ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എനിക്ക് ഇമോജി ഇട്ടത് എനിക്കൊരു പ്രശ്നമേ അല്ല. നിങ്ങളെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണമെന്നൊക്കെ പറയുന്നത് ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രം ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പ്രണയം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ പ്രണയത്തിന്റെ രാജകുമാരിയാണെന്നാണ് എന്നെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ ചേർത്ത് എൻ്റെ നെറുകയിൽ ഒരു ഉമ്മ തന്നു. നമുക്ക് പിന്നെ ഒന്നും പറയേണ്ടതില്ല. ഒരു രതി ആഘോഷത്തിന്റെ ദിവസമാണ്. അങ്ങനെ ജീവിതത്തിൽ നിന്ന്, സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെയാണ് എഴുതിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണോ? അതെ, ഞാൻ ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും സത്യസന്ധമായിട്ട് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. കാരണം ഞാൻ രജനീഷിന്റെ ഇന്റർവ്യൂ കാണുന്ന ഒരാളാണ്. അത് ശരിക്കും നിങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ? ഇല്ല, അത് ഉറങ്ങണ്ട എന്ന് പറയുന്നത് അത് ഉടലിന്റെ ആഘോഷം എന്നുള്ളതിനെ മാത്രമല്ല കേട്ടോ അത് പറയുന്നത്. ഇത്ര സമയമല്ലേ കൂടെയുള്ളൂ, ആ സമയം കണ്ടിരിക്കുന്നതിന് പോലും ഒരു ഭംഗിയുണ്ട്. ഈ ഒരു രാത്രി അല്ലെങ്കിൽ ഈ ഒരു പകല് ഉറങ്ങാതിരുന്നാൽ പോലും അതിനുശേഷം നമുക്ക് ഉറങ്ങാലോ. എൻ്റെ ശരീരത്തോട് കാണിച്ചത് അതിക്രമമായിരുന്നു എന്നറിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആജീവനാന്തകാല ട്രോമയിലേക്ക് വീണു പോവാണ്. ഈ പെറ്റിക്കോട്ടിട്ട് നടക്കുന്ന പ്രായത്തിൽ മില്ലിൽ അരി പൊടിക്കാൻ പോയപ്പോൾ മില്ലുകാരൻ ഇടത്തെ മാറിന് നേരെ വിരൽ തൊട്ട് ഉടുപ്പിന്റെ വലതു ഭാഗത്തെ പൂവന്ത ഇടതു ഭാഗത്തില്ലാത്തതെന്ന് ചോദിച്ചത്. പരീക്ഷാക്കാലത്ത് പഠിക്കാൻ റബ്ബർ തോട്ടത്തിൽ പോയിരുന്നപ്പോൾ കൂട്ടുകാരിയുടെ അച്ഛൻ അടുത്ത് വന്ന് തുടയിൽ കൈ അമർത്തിയത്. ടൗണിലെ ആൾത്തിരക്കില്ലാത്ത പാതകളിൽ കുറുകെ ചാടി വീണ് പല നിറങ്ങളിൽ കോണ്ടം അണിയിച്ച ലിംഗം കാണിച്ചവർ. സ്വന്തം അമ്മ അപ്പുറത്ത് കിടക്കുമ്പോൾ പോലും ചെവി കേൾക്കാത്ത അമ്മയായതുകൊണ്ട് ഈ കുഞ്ഞെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നത് രാത്രി അമ്മ കേൾക്കുന്നില്ല. പാള കീറുന്ന ഒച്ചത്തിൽ എൻ്റെ പുറത്ത് വീഴുന്ന ഒരു അടിയുടെ ശബ്ദമുണ്ട്. വിധേയത്വമുള്ള ഒരു നായയായിട്ട് സ്നേഹത്തിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ ഏറ്റവും വലിയ പരാജയം അതാണ്. മറ്റേ പെൺകുട്ടി ഉപേക്ഷിച്ചു പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഇനി മുൻപോട്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് വീഴുന്നത് ചോരയാണ്. വാക്കുകൾ കൊണ്ടായാലും കെട്ടിപ്പിടിക്കാൻ പറ്റില്ലേ മനുഷ്യർക്ക്? അതുകൊണ്ടല്ലേ കൂടെ എന്ന വാക്ക് കേൾക്കുമ്പം മനുഷ്യന് ഇല്ലാത്ത ഊർജം വരുന്നത് എന്തുകൊണ്ടാ? The flavor of India, packed with love. Firas Spices. ഹണി ഭാസ്കറാണ് നമുക്കിപ്പോൾ. ഹായ് ഹണി. ഹായ്. ഹണി എന്ന് പറയുന്ന മധുരമുള്ള പേരാണ്, പക്ഷേ വിഷയങ്ങളൊക്കെ ഇടപെടുമ്പോൾ ഭയങ്കര കാര്യരുമ്പിൻ്റെ അല്ലെങ്കിൽ തീയൊക്കെ ആയിട്ട് മാറുന്നുണ്ട് ഹണി. എൻ്റെ കയ്യിൽ 2-3 പുസ്തകങ്ങളുണ്ട്. പുസ്തകം 4 ഉണ്ട്. കാമനകളുടെ മാനിഫെസ്റ്റോയും, അവിശുദ്ധ മുറിവുകൾ, ഉടൽ രാഷ്ട്രീയം, താലന്ത്. ഞാൻ ഈ 3 പുസ്തകങ്ങൾ വായിച്ചു. അതിൽ ഒരു പുസ്തകം കൂടെ വായിക്കാനുണ്ട്, ഉടൽ രാഷ്ട്രീയം. നോവലാണ്. നോവലുകൾ വായിക്കുന്ന പൊതു സ്വഭാവം ഇല്ല, എങ്കിലും ഹണിയെ കാണുന്നതിന് മുമ്പ് വായിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. മറ്റു പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അത് തന്നെ മതി, എനിക്ക് ഹണിയോട് സംസാരിക്കണമെന്ന് തോന്നി. അത്രയ്ക്കും അനുഭവങ്ങളുള്ള പുസ്തകങ്ങളാണ്. അനുഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ്. ഈ ഞങ്ങളുടെയൊക്കെ ഇമോജി സ്വാതന്ത്ര്യത്തെയാണ് ശരിക്കും ഹണി ഹനിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. വിഷയത്തെ ലളിതമാക്കുന്നതല്ല, പക്ഷെ അങ്ങനെ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണല്ലോ ആദ്യം ഞാൻ ഈ വിഷയം പറയുന്നത്. അപ്പോൾ ആ പോസ്റ്റിൽ തന്നെ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് രാഹുൽ വേറൊരു രാഷ്ട്രീയത്തിൽപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇടതുപക്ഷ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആളാണ്. രാഹുൽ നേരെ തിരിച്ചാണ്. പക്ഷേ ആ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാൾ എന്നോട് സംസാരിക്കാൻ വന്നതോ അയാൾ എനിക്ക് ഇമോജി അയച്ചതോ ഒന്നുമല്ല പ്രശ്നം എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഈ പ്രശ്നം ഉന്നയിക്കുന്നതിൻ്റെ 2 ദിവസം മുൻപേ വരെ എനിക്ക് രാഹുലിനോട് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം എന്നോട് സംസാരിക്കാൻ വന്നത്, എനിക്ക് പ്രശ്നമാവുന്നത് കൃത്യം 2 ദിവസം മുൻപ് യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് അവരെന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോഴാണ് രാഹുൽ എന്തിനാണ് എന്നോട് ചാറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമോജി അയച്ചൊരു കോൺവെർസേഷൻ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അപ്പം ഞാൻ അറിയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സർക്കിളിൽ, ആ സർക്കിൾ എന്നോട് കണക്ട് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു സർക്കിളാണല്ലോ. അപ്പോൾ ആ ഒരു സർക്കിളിൽ ഇരുന്നിട്ട് ആ ചാറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ മോശം കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാവുന്നത്. കാരണം രാഹുൽ എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചാറ്റ് ചെയ്യുന്നു. ഒരു വെളുത്ത ഹൃദയം എൻ്റെ ചാറ്റ് ബോക്സിലേക്ക് ഇട്ട് തരുന്നു. ഞാൻ അതിനെ ആര് ചെയ്താലും, അത് കോൺഗ്രസ്സുകാരൻ എന്നല്ല BJP-കാരനായാലും അതിനെയൊന്നും മോശമായിട്ട് കാണുകയോ അതുകൊണ്ട് ഒരാളെ ജഡ്ജ് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ. ഇമോജികളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ കാരണം ഞാൻ കൃത്യമായി പറയാമെന്ന് വിചാരിക്കുന്നത്.
അപ്പം ആള് അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം പിന്നെ കോൺവെർസേഷൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ശ്രീലങ്കയിൽ നടത്തിയ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആളെന്നോട് പറയുന്നുണ്ട്, ഞാൻ ശ്രീലങ്കയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ക്ലൈമറ്റ്, റോഡുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു. വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നു. പക്ഷേ പുള്ളി അത് പുള്ളിയുടെ സർക്കിളിൽ അവതരിപ്പിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളായി. ഞങ്ങൾക്കിടയിൽ മെസ്സേജ് ചെയ്യുന്നത് പതിവാണ് എന്നുള്ള ഒരു രീതിയിലാണ്. ആദ്യമായിട്ടും അവസാനമായിട്ടും ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത് അന്നാണ്, ജൂൺ 9. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് 10-ാം തീയതി രാവിലെ ഞാനൊരു മെസ്സേജ് കാണുന്നുണ്ട്, ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ എൻ്റെ ചെയ്യുകയാണ്. പക്ഷേ പുള്ളി പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ ആരായി? അദ്ദേഹത്തിൻ്റെ പത്രാസും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരമായിട്ടുള്ള വളർച്ചയൊക്കെ മുൻപിൽ കണ്ട് അതിൽ നമുക്ക് ആകൃഷ്ടയായിട്ട് അങ്ങോട്ട് പോയി സംസാരിച്ച ഒരാൾ, അതേ ഒരു കാരണം കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്ന ഒരാൾ, അതിലും വൃത്തികേടായിട്ട് അശ്ലീലമായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചാറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പരിസരത്ത് വേറെ ആളുകളുണ്ട്. അപ്പോൾ അവരോട് പറയുകയാണ്, ഹണി ഭാസ്കറിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നൊരു സോഷ്യൽ ഡാമേജ് ഉണ്ട്. ആ ഡാമേജിനെയാണ് സത്യത്തിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി പറഞ്ഞത് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാര്യം ഒരു ക്രൈം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇമോജി അയച്ചു എന്നൊക്കെ പറയുന്ന ഒരു സാധനം തുടങ്ങുന്ന സമയത്ത് ഞങ്ങളൊക്കെ വിചാരിച്ചു ഈ കോണ്ടസ്റ്റിൽ ഇവിടെ ഇത് ഹണി പറയണ്ടായിരുന്നു. കാരണം വേറൊരു കോണ്ടസ്റ്റിൽ ഇത് വീണ്ടും വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതം പോലെ ആ സമയത്ത് എന്നെ ഹണിയും കൂടെ പറയുന്നു, എന്നോട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഹണി പറയുമ്പോൾ ഞാൻ ഹണിയുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച് എനിക്കൊരു സംശയം തോന്നി. അയ്യോ, ഹണി ഇതിപ്പോൾ ചെയ്യണമായിരുന്നു എന്ന് എനിക്കൊരു ആശങ്ക തോന്നി. പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ എനിക്കും സ്ട്രോങ് ഒപ്പീനിയൻ എഗെയിൻസ്റ്റ് ആണ്, അയാളോട് എഗെയിൻസ്റ്റ് ആണ്. പക്ഷേ ഒരു ഇമോജി പോലുള്ള കാര്യങ്ങളിലൊക്കെ അല്ലേ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ തന്നെ ഹണിയോടൊരു ഇഷ്ടം തോന്നിയാൽ ഞാനും ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ തന്നെയല്ലേ, ഇഷ്ടം എങ്ങനെയെങ്കിലും ഒക്കെ പ്രകടിപ്പിക്കണമല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാമുകന്മാരുടെ ആത്മവിശ്വാസം തന്നെ ഹണി കെടുത്തിക്കളയുന്ന രീതിയിലാണ് ഇമോജികളുടെ ഉപയോഗത്തിൽ തന്നെ ഒരു പ്രശ്നം. ആ ധാരണ തെറ്റാണ് ശരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എനിക്ക് ഇമോജി ഇട്ടത് എനിക്കൊരു പ്രശ്നമേ അല്ല. അയാൾ എന്നോട് ഇനീഷ്യേറ്റീവ് എടുത്ത് മിണ്ടാൻ വന്നതും എനിക്ക് പ്രശ്നമേ ഇല്ല. ആ 2 ദിവസം മുൻപേ വരെ, ഇപ്പം അതിന് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് മുന്നേ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിഷയം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഞാൻ രാഹുലിനെതിരെ എഴുതിയിട്ടില്ല. കാരണം എനിക്കതിൽ ക്ലാരിറ്റി പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് രാഷ്ട്രീയപരമായിട്ട് രാഹുൽ എന്നോട് സംസാരിക്കാൻ വന്നത് പബ്ലിക്കിൻ്റെ മുൻപിൽ ഇടണമായിരുന്നുവെങ്കിൽ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്തൊക്കെ എനിക്കിത് പോസിബിൾ ആയിരുന്നു. അപ്പോഴൊന്നും ഞാൻ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനോ ഇതിനെ ഒരു പ്രശ്നമായിട്ട് കാണാനോ ഞാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. എനിക്ക് പ്രശ്നമായത് വെറും 2 ദിവസം മുൻപെയാണ്. അതുകൊണ്ട് അത് രാഷ്ട്രീയപരമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുന്നത് ഒരു തെറ്റായ വായന മാത്രമാണ്. ഞാൻ ആളുകൾ ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോഴാണോ ഇതിന് ഇങ്ങനെ ഒരു വശമുണ്ടോ എന്ന് പോലും, കാരണം ഞാനിത് രാഹുലിനെതിരെ എഴുതട്ടെ എന്ന് വേറെ ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് എഴുതുകയോ അങ്ങനെയൊന്നും ചെയ്ത ഒരു കാര്യമല്ല. ആളുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ തലേ ദിവസം റിനി വെളിപ്പെടുത്തൽ നടത്തുന്നു. അപ്പോൾ ഇതെന്നെ കയറി ട്രിഗർ ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് എഴുതാനിരിക്കുന്ന, കാരണം 2 ദിവസത്തിൻ്റെ ഗ്യാപ്പാണല്ലോ. തലേ ദിവസം ഞാൻ അറിയുന്നു, പിറ്റേ ദിവസമാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. റിനിയുടെ ആരോപണം വരുന്നത് തൊട്ട് തലേ ദിവസമാണ്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാനുള്ള നേരം കിട്ടിയില്ല എന്നുള്ള ആ ഒരു, ഞാൻ പറഞ്ഞത് ആ ദിവസത്തിൻ്റെ ഗ്യാപ്പ് വന്നത് പോലും എനിക്കത് എഴുതാനുള്ളൊരു സാവകാശം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. അതൊരിക്കലും രാഷ്ട്രീയ പ്രേരിതമല്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് മനുഷ്യരോട് ഇഷ്ടം തോന്നും, പ്രണയം തോന്നും. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പ്രകടിപ്പിക്കുക. രാഹുൽ അങ്ങനെയുമല്ല എന്നോട് പ്രകടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതൊരു മോശമായിട്ടാണ് അയാളത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ കോൺവെർസേഷൻ വളരെ ഹെൽത്തി ആയിരുന്നു. അത്തരം ഹെൽത്തി ആയിട്ടൊരു കോൺവെർസേഷൻ മറ്റൊരു വിരുദ്ധ രാഷ്ട്രീയത്തിലുള്ള ഒരാളുടെ അടുത്ത് നടത്തിയിട്ട് പോലും, അങ്ങനെ ഒരാളെക്കുറിച്ച് പോലും രാഹുലിൻ്റെ സർക്കിളിൽ ഇത്രയും മോശമായിട്ടാണ് പറയുന്നതെങ്കിൽ, ഇത്രയും സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് മുൻപോട്ട് വരുന്ന സാഹചര്യത്തിൽ പലരും എന്തുകൊണ്ട് രാഹുലിൻ്റെ പേര് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനൊരു ഉത്തരമുണ്ട്. ഇവർക്കൊക്കെ ഇത്തരത്തിൽ ഭയങ്ങൾ ഉണ്ടാവില്ലേ? പക്ഷേ അതിനകത്തൊരു ഗൗരവമുള്ളൊരു ചർച്ച എന്ന് പറയുന്നത്, ഇപ്പോൾ രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷനിൽ ഒരു ആക്സിഡൻ്റൽ പ്രഗ്നൻസിയെ കുറിച്ച് സംസാരിക്കുന്നു. അത് സംസാരിക്കുന്ന സമയത്ത് ഒരു വശത്ത് പാനിക് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ മറുവശത്ത് പാനിക് ആയിട്ടുള്ള ഒരു പുരുഷനും ഉണ്ട്. ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൽ തെറ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഒരാളെ കൊല്ലുമെന്നൊക്കെ പറയുന്നത് നമുക്കൊരു തരത്തിലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു
തെറ്റാണ് അതങ്ങനെ നമ്മൾ ഒരിക്കലും ലാഘവബുദ്ധിയോടുകൂടി കാണുന്നില്ല. പക്ഷേ ഈ കോൺവെർസേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനകത്ത് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് അത് ഔട്ടിലേക്ക് വരുന്നു. ഈ ഔട്ടിലേക്ക് വരുമ്പോൾ നിയമ തടസ്സങ്ങൾ ഇതിനകത്തില്ല. ഇത് കേൾക്കുന്ന നമുക്ക് പ്രശ്നമുണ്ട്. കാരണം രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ ലീക്ക് ചെയ്ത് കേൾക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഇപ്പോഴും ഉള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത്. കാരണം അത് പരാതിയായിട്ട് പോയിട്ടില്ല. അപ്പോഴാണ് പരിശോധന വേണ്ടി വരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു സ്ത്രീ വെളിപ്പെടുത്തുമ്പോൾ തന്നെ ഇത് എയറിൽ 24 hours നിൽക്കുന്നു. അതിനുശേഷം മറ്റൊരു ഓഡിയോ ക്ലിപ്പ് അതിനുശേഷമാണ് വരുന്നത്. അപ്പം ഇതിനകത്തൊക്കെ ഒരു പ്രേരണ, രാഷ്ട്രീയ പ്രേരണയൊക്കെ നമ്മൾ കാണുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹണിയും അതിൻ്റെ കൂടെ പറയുമ്പോൾ ഹണിയും സ്വാഭാവികമായിട്ട് CPM അനുകൂലമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളെന്നുള്ള രീതിയിൽ പോകുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു ചെറിയൊരു ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ സംശയം തോന്നി. അങ്ങനെയാണ് ഈ കോൺടെസ്റ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നതും ആ കോൺവെർസേഷനെയും എങ്ങനെയാണ് ഹണി നോക്കിക്കാണുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രോമയിലുള്ള വ്യക്തികൾ, ഇപ്പം എൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരു ചാറ്റിനെ സംബന്ധിച്ചിട്ട് അത് അയാൾ ഒരു സൗഹൃദത്തിൽ അയാളുടെ സർക്കിളിൽ അത് ചിത്രീകരിച്ചൊരു രീതിയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ എനിക്ക് ചുറ്റും നടന്ന ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് ഉണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ നേരത്തെ ഈ പറഞ്ഞ ഈ ചൂഷണത്തിന് വിധേയരായി ആക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീകളും കൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരേത് രീതിയിൽ മുൻപോട്ട് വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ സ്ത്രീകൾ മുൻപോട്ട് വന്ന് തെളിവുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഈ ഇരകൾക്ക് വേട്ടക്കാരുടെ പേര് റിവീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അത് പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ സൊസൈറ്റി ഈ ഇരകളെ ട്രീറ്റ് ചെയ്യുന്നത്. അത് ഞാൻ മുൻപോട്ട് വരുമ്പോൾ തന്നെ എന്നിലൂടെ ഈ ട്രോമയിൽ അകപ്പെട്ടിരിക്കുന്ന ഈ മുഴുവൻ സ്ത്രീകളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിന്നെ റിവീൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്താണ്? വോയിസ് നോട്ട് ആയിട്ടോ, നേരത്തെ പറഞ്ഞതുപോലെ ഓഡിയോ വേറെ ഏതെങ്കിലും ഒരു വഴിക്ക് മീഡിയയിൽ എത്തിക്കാനോ, അല്ലെങ്കിൽ ചാറ്റ് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ പുറത്തു വിട്ടിട്ടോ ഒക്കെ മാത്രമേ അവർക്ക് മുൻപോട്ട് വരാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതല്ല എങ്കിൽ ചുറ്റും നടക്കുന്ന ആളുകൾ ഇതിനെ സമീപിക്കുന്ന ഒരു രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സ്ത്രീകൾക്ക് ഫീൽ ചെയ്യണം. എൻ്റെ ഒരു കേസ് വന്നതോടുകൂടെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ മുൻപോട്ട് വരാൻ തീർച്ചയായിട്ടും ഭയക്കും എന്നുള്ളതാണ്. അവിടെ ആ വോയിസ് നോട്ടിനെ പോലും ഈ പറയുന്ന രാഹുൽ നിഷേധിക്കുന്നില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടം ഇത്രയും വലിയൊരു ആരോപണം തനിക്ക് നേരെ വരുമ്പം അതിനെ നിഷേധിക്കാൻ തയ്യാറാകാത്ത ഇടത്തോളം നമുക്ക് ആ പെൺകുട്ടിയുടെ ഭാഗം ചേർന്ന് നിൽക്കാൻ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. അല്ലാതെ പേഴ്സണലായിട്ട് കണ്ടുകൂടെ? അവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ ശരിയാണ്, കോൺവെർസേഷൻ നടത്തുമ്പോൾ അതിനകത്ത് പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനായി കാണുകയും പക്ഷെ അതിൻ്റെ ഒരു ലെവലുണ്ട്. നിങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരാളോട് ഒരു ദേഷ്യം വരുമ്പോൾ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതിനൊക്കെ അതിൻ്റെ ഒരു ലെവലുണ്ട്. നിങ്ങൾ അയാൾ ഒരു സുരക്ഷിത മാർഗവും സ്വീകരിക്കാതെ അതിന് തയ്യാറാവാതെ സ്വാഭാവികമായിട്ടും അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഫോഴ്സ്ഫുള്ളി ആവാം, ചിലപ്പം അത് സംഭവിച്ചിട്ടുണ്ടാവാം, വാട്ടവർ. അതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള മെൻ്റൽ ട്രോമ അനുഭവിക്കുന്നത് ആരായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള സദാചാര ബോധത്തെ മുറുകെ പിടിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ആ പെൺകുട്ടി തന്നെയായിരിക്കും. വീട്ടുകാരോട് പറയാൻ പോലും ഭയക്കുന്ന ഒരു സാഹചര്യത്തിൽ അവളുടെ കൂടെ അതിന് ആ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കാനായാലും മുൻപോട്ട് പോവാനായാലും കൂടെ നിൽക്കുക എന്നുള്ളതല്ലേ ഒരു നല്ല പുരുഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അവിടെ എന്ത് ദേഷ്യം വന്നാലും ശരി ആ പുള്ളി എങ്ങനെയാ അതിനെ അത് ലോജിക്കൽ തിങ്കിങ്ങിന്റെ ചില പ്രശ്നങ്ങളുണ്ട് അവിടെ എന്ന് വെച്ചാൽ ലോജിക്കൽ ആർഗ്യുമെന്റിൽ അയാൾ പറയുന്നത് ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്നാണ് ചോദിക്കുന്നത്. അപ്പം അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അത് നിനക്ക് മാത്രം പറ്റുന്നതല്ലല്ലോ എന്ന് പറയുന്നു. ഇതിനകത്തൊക്കെ നമുക്ക് ലീഗലി ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അയാൾക്ക് കുഞ്ഞുണ്ടായാൽ വളർത്താനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവിടെ അവർ പ്ലാൻഡ് അല്ലല്ലോ, നമ്മൾ ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെ അല്ലല്ലോ വിചാരിച്ചിരുന്നതൊക്കെ തരത്തിൽ മറ്റേ ആൾ പറയുന്നു. അതിൽ ഒഫെൻസീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ഇല്ലയെന്നല്ല. ഞാൻ ആ കോൺവെർസേഷനെ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ, ഞാനൊരു പക്ഷത്വമല്ല. അവിടെ ആ പെൺകുട്ടി ഒടുവിൽ ഇതിനകത്ത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇത് പുറത്തേക്ക് വരുമ്പോൾ അയാൾ ഒരു റെക്കോർഡിങ് പുറത്തേക്ക് വരണമെങ്കിൽ കുറച്ച് പാടുണ്ട്. അത് പുറത്തേക്ക് വരുന്ന സാഹചര്യം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അവർ തമ്മിൽ എവിടെ തെറ്റിയപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. ഈ പുറത്തേക്ക് വന്നപ്പോൾ അയാൾ എന്താണോ ഭയപ്പെട്ടിരുന്നത്, ഇതേ സൊസൈറ്റിയിൽ അയാളുടെ മുഖത്തെ എങ്ങനെയാണോ ചിത്രീകരിക്കാൻ പോകുന്നത്, അതൊരു കോടതിയിൽ കേസ് പോലും ആവാതെ തന്നെ അയാളുടെ ചില സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. അയാളും അത് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അയാൾ പലതരത്തിലുള്ള വ്യഗ്രതകൾ കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് രണ്ട് വ്യക്തികളുടെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുകയാണ്. പക്ഷെ ഇത് പരാതി ആവാത്തിടത്തോളം കാലം നമ്മൾ ഇതിനകത്ത് എങ്ങനെ ഇടപെടണമെന്നെ സംബന്ധിച്ച് എനിക്കറിഞ്ഞൂടാ. എങ്ങനെയാണ് ഹണി അതിനെ നോക്കിക്കാണുന്നതെന്നാണ്. ഇത് ഒരു കേസ് അല്ലല്ലോ രജനീഷേ,
അവിടെ ഈ ആക്സിഡൻ്റൽ പ്രഗ്നൻസി എന്നൊക്കെ പറയുമ്പം ഒരു വ്യക്തി മാത്രമല്ലല്ലോ മുൻപോട്ട് വന്നിട്ടുള്ളത്. പല പെൺകുട്ടികളും ഇതേ കാര്യങ്ങൾ കൊണ്ട് തന്നെ മുൻപോട്ട് വന്നിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് ആക്സിഡൻ്റൽ ആണോ? ഒരാളുടെ കേസിലാണെങ്കിൽ ഓക്കെ, നമുക്ക് വിചാരിക്കാം, മനുഷ്യരും ബന്ധങ്ങളും ഒക്കെ നമുക്കതിനെയൊന്നും ജഡ്ജ് ചെയ്യാൻ പലപ്പോഴും പറ്റാതെ പോവാറുണ്ട്. ചില സിറ്റുവേഷൻസിൽ മനുഷ്യർ അങ്ങനെയൊക്കെ ആയിപ്പോവും, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനെയൊക്കെ ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഇത് ഒരു വ്യക്തിക്ക് മാത്രമല്ലല്ലോ ഈ ട്രോമ കൊടുത്തിട്ടുള്ളത്, പലരില്ലേ. ഈ വ്യക്തികളോടൊക്കെ രാഹുൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതും മീഡിയ വഴി നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുക്കുന്നു, പ്രിക്വേഷൻസ് ഒന്നുമില്ലാതെ അവർക്കൊപ്പം ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു പ്രഗ്നൻസിയെ ഏറ്റവും ക്രൂവലായിട്ടാണ് പുള്ളി ഡീൽ ചെയ്യുന്നത്. ഇനി ഏത് സിറ്റുവേഷനിലായാലും ആ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഭീകരമായ ട്രോമ അനുഭവിക്കുന്നത് ആ സ്ത്രീ തന്നെയാണ്. അവരോട് ഈ പറയുന്ന രീതിയിൽ നിങ്ങളെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണമെന്നൊക്കെ പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ക്രൂരനായിട്ടുള്ള ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രം ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഒരു പെൺകുട്ടി പറഞ്ഞത് ഞാൻ വായിക്കുകയാണോ കേട്ടതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആ കുഞ്ഞിനോട് സ്നേഹം തോന്നുന്നു എന്നോ എന്തോ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്. ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് എനിക്ക് ആർദ്രത തോന്നുന്നു എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി കടന്നു പോകുന്ന ആ ട്രോമയെ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഞാനൊരു സ്ത്രീയാണല്ലോ. ആ ട്രോമയെ നോക്കിയിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഈ പറയുന്നത് പോലെ നിന്നെ കൊല്ലാൻ എത്ര സെക്കൻഡ് വേണമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക? അത് ക്രിമിനലിന് മാത്രം പറ്റുന്ന, തീർച്ചയായിട്ടും അങ്ങനെ ഒരു മെന്റാലിറ്റി ഇല്ലെങ്കിൽ അത് പറ്റില്ല. കുറച്ചുകൂടെ ഗൗരവമുള്ള ചില വർത്തമാനങ്ങളിലേക്ക് പോവേണ്ടതുണ്ട്. ഞാൻ ഈ അവിശുദ്ധ മുറിവുകൾ വായിക്കുമ്പോൾ എനിക്ക് ഒരു പേജിൽ വന്നിട്ട് ഉടക്കിയിട്ട് ഞാൻ 3-4 പ്രാവശ്യം ആ സ്ഥലം മാത്രം വായിച്ചു. അതിൽ ഓരോന്നായിട്ട് ഞാൻ വായിക്കാം. ഈ പെറ്റിക്കോട്ടിട്ട് നടക്കുന്ന പ്രായത്തിൽ മില്ലിൽ അരി പൊടിക്കാൻ പോയപ്പോൾ മില്ലുകാരൻ ഇടത്തെ മാറിന് നേരെ വിരൽ തൊട്ട് ഉടുപ്പിൻ്റെ വലതു ഭാഗത്തെ പൂവന്ത ഇടത് ഭാഗത്തില്ലാത്തതെന്ന് ചോദിച്ചത് ആണുങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ. പരീക്ഷാക്കാലത്ത് പഠിക്കാൻ റബ്ബർ തോട്ടത്തിൽ പോയിരുന്നപ്പോൾ കൂട്ടുകാരിയുടെ അച്ഛൻ അടുത്ത് വന്ന് തുടയിൽ കൈ അമർത്തിയത്, മൂത്രമൊഴിക്കുന്ന ഇടത്ത് നിന്ന് ചൂളമടിച്ച് അവൻ്റെ സുനയുടെ വലിപ്പം കാണിച്ചത്, തിരക്കുള്ള ബസ്സിൽ ഒരു പെൺകുട്ടിയുടെ പിന്നിൽ നിന്നൊരുത്തൻ പാൻസിൻ്റെ സിബഴിച്ചിട്ട്. തുടരുന്നില്ല ഞാൻ വായന. ടൗണിലെ ആൾത്തിരക്കില്ലാത്ത പാതകളിൽ കുറുകെ ചാടി വീണ് പല നിറങ്ങളിൽ കോണ്ടം അണിയിച്ച ലിംഗം കാണിച്ചവർ, ജോലി തെണ്ടി നടക്കുന്ന കാലത്ത് ഒരു രാത്രി കൂടെ കിടന്നാൽ ജോലി തരാം എന്ന് പറഞ്ഞവർ, ജോലി കിട്ടിയ കാലത്ത് കിടക്ക പങ്കിട്ടാൽ പ്രൊമോഷൻ തരാം എന്ന് സൂചിപ്പിച്ചവർ. ഇത്രയും അനുഭവങ്ങൾ ഒറ്റ പേജിൽ എഴുതിയതാണ് ഈ അവിശുദ്ധ മുറിവുകളുടെ ഹനിഭാസ്കറിൻ്റെ പുസ്തകത്തിൻ്റെ. ഇത് 4ാം പതിപ്പാണ്. ഇതിനകത്ത് ഒറ്റ പേജിൽ ഇത്രയും അനുഭവങ്ങളാണ്. ബാക്കിയുള്ള പേജുകളിലൊക്കെ ഞാൻ ചിലതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമൂഹത്തിൽ ഹണിയൊക്കെ ഇപ്പോഴും ചിരിച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം ഇതിനെയൊക്കെ മറികടന്ന് വരാൻ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടിക്ക്, ചൈൽഡ് അബ്യൂസിനെ കുറിച്ച് ഈ അടുത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ വന്ന പോസ്റ്റുകളിൽ മിക്കതിലും, അതായത് 10 എണ്ണം എടുത്തപ്പോൾ അതിൽ 5 എണ്ണം അച്ഛനോ ചെറിയച്ഛനോ ഒക്കെ പീഡിപ്പിച്ച കുട്ടികളാണ്. ഹൊറിബിൾ സിറ്റുവേഷനാണ്. നമ്മൾ സംസ്കാരം എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന നാട്ടിലാണ് ഇത് നടക്കുന്നത്. ഹണി ഇതിനെയൊക്കെ എങ്ങനെയാണോ ഓവർകം ചെയ്തു വന്നതെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഹണിയുടെ അനുഭവങ്ങൾ കൂടിയാണ്. ഇതെൻ്റെ മാത്രം അനുഭവമാണ്. ആ പുസ്തകത്തിൽ, ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മാത്രം അനുഭവങ്ങളാണ്. ബാംഗ്ലൂരിലെ ഒരു കേസ് പറഞ്ഞല്ലോ, പല നിറത്തിലുള്ള കോണ്ടമിട്ട് വരുന്ന ആണുങ്ങളെ കണ്ടിട്ടുണ്ടെന്ന്. ആ സമയത്തൊന്നും കുഞ്ഞെങ്ങനെ ഉണ്ടാവുന്നതെന്ന് പോലും വ്യക്തമായിട്ടൊരു ധാരണയില്ലാത്ത ഒരു കാലത്താണ് ഞാനൊക്കെ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്നത്. എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഇത്രയും അന്ന് അപ്ഡേറ്റഡ് അല്ലല്ലോ നമ്മുടെ കുട്ടികൾ. അപ്പം എൻ്റെ വിവേകവും ഇതിനെ സംബന്ധിച്ച് അത്രയ്ക്കൊക്കെ ഉള്ളൂ. NRI ഹോസ്റ്റലിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ കുട്ടികളുടെ അടുത്ത് ചെന്ന് ഇതെന്താണ് ഈ ബലൂൺ ഇട്ടിട്ട്, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ, ബലൂൺ ഇട്ടിട്ട് പിന്നെ ആണുങ്ങൾ കുറുക്കു വഴിയിൽ നിന്ന് എൻ്റെ മുന്നിലേക്ക് ചാടി എന്നൊക്കെ പറയുമ്പോൾ അവരാണ് ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് വിശദീകരിച്ച് തരുന്നത്. ഇതുണ്ടാക്കുന്ന ഒരു ട്രോമയുണ്ട്. പിന്നെ ഈ ചൈൽഡ് അബ്യൂസിൻ്റെ കേസ് വരുമ്പോഴത്തേന് കുട്ടിക്കാലത്ത് ഞാൻ വളരെ പെറ്റിക്കോട്ടിട്ട് കിടക്കുന്ന പ്രായത്തിൽ മുതൽ തുടങ്ങിയ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് റിയലൈസ് ചെയ്യാൻ കുറേ വർഷങ്ങളെടുക്കും. കുട്ടികളായിരിക്കുമ്പോൾ കുട്ടികൾക്ക് അറിയില്ല നമ്മുടെ ദേഹത്ത് എന്തിനാണ് തൊട്ടത് എന്നൊന്നും നമുക്കറിയില്ല. കുറേ കാലം കഴിഞ്ഞ് പക്വതയെത്തി എന്നോട് അന്ന് അയാൾ പെരുമാറിയത് വളരെ മോശമായിട്ടായിരുന്നു,
എൻ്റെ ശരീരത്തോട് കാണിച്ചത് അതിക്രമമായിരുന്നു എന്നറിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആജീവനാന്തകാല ട്രോമയിലേക്ക് വീണു പോവുകയാണ്. ഇപ്പോഴും എന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന കുറേ ട്രോമകൾ എൻ്റെ ഉള്ളിലുണ്ട്. അത്രയും ആർദ്രമായിട്ട് ആ മുറിവുകളെ തലോടാൻ പറ്റുന്ന ഒരു മനുഷ്യനല്ലാതെ എന്നെ ആ ട്രോമയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേറൊരാൾക്ക് പറ്റില്ല എന്ന് ജീവിതം കൊണ്ട് ആ വഴിയിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്കതുകൊണ്ട് ഇത്തരം കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന, കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യരോടെന്ന് വെച്ചാൽ എനിക്ക് 0 ടോളറൻസ് ആണ്. ഞാൻ മൃഗങ്ങളായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ പീഡോഫീലികളായിട്ടുള്ള മനുഷ്യരെന്ന് പറയുന്നത്. എനിക്ക് തന്നെ അറിയാം, ഈ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള അത്രയും ഭീകരമായിട്ടുള്ളൊരു ചൈൽഡ് അബ്യൂസിലേക്കൂടെ ഞാൻ കടന്നുപോയിട്ടില്ല എങ്കിൽ പോലും എനിക്കിത് പിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ട്രോമ ഭയങ്കരമാണ്. ഈ മനുഷ്യർ എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അകത്തുനിന്ന് ഞാൻ തിണ്ണയിലേക്ക് വരാൻ നിൽക്കുമ്പോൾ ഇതിലൊരു മനുഷ്യൻ വാതിൽപ്പടിയിൽ ചാരി നിൽക്കുകയാണ്. അപ്പം എനിക്കത് പാസ് ചെയ്ത് അയാളുടെ പരിസരത്തിൽ കൂടെ പോകാൻ പോലും എനിക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു ഭയങ്കരമായ ഭയമുണ്ട്. നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ നിന്നായിരിക്കും മെജോറിറ്റി കുട്ടികൾക്കും ഇത്തരം മോശമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക. ഇവരെയൊക്കെ ആൾക്കൂട്ടത്തിൽ കാണുമ്പോൾ, അവർ നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഭയം അത് എത്രത്തോളം ആണെന്ന് ആ പ്രായത്തിലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഗ്രാജുവേഷൻ കാലത്തൊക്കെ ഇവരെ കല്യാണ വീടുകളിലും അല്ലാണ്ട് കാണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ മാറിപ്പോകും. ആൾക്കൂട്ടത്തോടുള്ള ഭയം, എല്ലാവരെയും സംശയം, സ്നേഹത്തെ സംശയം, ഈ രീതിയിലേക്കൊക്കെ നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറിപ്പോവുകയാണ്. നമ്മളെ രക്ഷിച്ചെടുക്കുക, ഇതിൽ നിന്ന് ഒരാൾക്ക് രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ബാംഗ്ലൂരിലെ ജീവിതാനുഭവങ്ങൾ വായിച്ചതിൽ പല പെൺകുട്ടികളെയും കുറിച്ച് ഹണി എഴുതിയിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ മോഷണം ശീലമാക്കിയിട്ടുണ്ട്. ജീവിത സാഹചര്യം കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ റൂമുകളിൽ തന്നെ ഇരിക്കുന്ന പല സാധനങ്ങളും കാണാതെ വരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ആ കുട്ടികളെ ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് മറ്റ് തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്ന് തിരിച്ചറിയപ്പെടുന്നത്. അപ്പോൾ ശരീരം വിറ്റ് ജീവിക്കാൻ തീരുമാനിക്കേണ്ടി വരുന്നു. അതും പഠിക്കാൻ വന്നിട്ട് കോളേജിലൊന്നും പോവാതെ അങ്ങനെ കുട്ടികൾ ജീവിക്കേണ്ടി വരുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ കുട്ടികളെയൊക്കെ നമുക്ക് അടുത്ത് പെരുമാറുമ്പോഴാണ് അവരുടെ യഥാർത്ഥത്തിലുള്ളൊരു സൈക്കോളജിക്കൽ സ്റ്റാൻഡൊക്കെ മനസ്സിലാവുന്നത്. ആ ബാംഗ്ലൂർ അനുഭവം എന്ന് പറയുന്നത് ഹണി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഒരുപാട് മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹണി ആയത് ഒരു പക്ഷേ ബാംഗ്ലൂരായിരിക്കാം. ബാംഗ്ലൂരിലെ അനുഭവങ്ങൾ പറയും. അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് ഇപ്പോൾ രജനീഷ് പറഞ്ഞത്. കാരണം എൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്നത് ബാംഗ്ലൂരിലേക്കുള്ള യാത്ര തന്നെയാണ്. കാരണം ഞാൻ നഗരം കാണുന്നത്, പല രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരെ കാണുന്നത്, സാംസ്കാരികമായിട്ട് വിഭിന്നരായിട്ടുള്ള മനുഷ്യരോട് ഇടപഴകുന്നതൊക്കെ ബാംഗ്ലൂർ ചെന്നതിന് ശേഷമാണ്. ഞാൻ ആ ബാംഗ്ലൂരിൽ ആദ്യത്തെ ദിവസം ചെന്നിറങ്ങുമ്പോൾ അവിടുത്തെ നഗര തിരക്ക് കണ്ടിട്ട് ഒച്ചത്തിൽ കരഞ്ഞ ആളാണ്. എൻ്റെ കരച്ചിൽ കണ്ടപ്പം എൻ്റെ കൂടെ എൻ്റെ കസിൻ ബ്രദറും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നീ നിൽക്കേണ്ട, കൂടെ പോരേ എന്ന് പറഞ്ഞു. അത്രയും വാവിട്ട് നിലവിളിച്ച ആളാണ് ഞാൻ. തീപ്പെട്ടി ബോക്സ് പോലെ വണ്ടികൾ നീങ്ങുന്ന കാഴ്ച കണ്ടിട്ട് എനിക്കിവിടെ പഠിക്കണ്ട എന്ന് പറഞ്ഞ് നിലവിളിച്ച ഒരാളാണ്. പക്ഷെ അപ്പോഴും എന്നെ പിന്നോട്ട് വലിച്ചത് എൻ്റെ അമ്മയുടെ ഒരു ജീവിതമായിരുന്നു. ആ നിമിഷം വരെയും ഞാൻ എന്തിനാണോ ബാംഗ്ലൂർ വന്നത്, അവിടുന്ന് എൻ്റെ ആ ലക്ഷ്യത്തിൽ നിന്ന് എനിക്ക് വിട്ടു പോവാനും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവിടുന്ന് തുടങ്ങുവാണ്. എൻ്റെ പോരാട്ടം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഞാൻ എന്നോട് തന്നെ നടത്തുന്ന ഒരു ഫൈറ്റ് ഉണ്ട് ഉള്ളിൽ. പിന്നെ ഈ ഒറ്റയ്ക്കുള്ളൊരു ജീവിതം അവിടെ മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരെയും വിട്ട് ആ കാലം വരെയും സത്യത്തിൽ എൻ്റെ ജീവിതം അരക്ഷിതം തന്നെയായിരുന്നു. ഈ മനുഷ്യരെല്ലാം ചുറ്റും നിൽക്കുമ്പോഴും ഞാൻ അനുഭവിച്ച വലിയ അരക്ഷിതത്വ ബോധമുണ്ട്. സത്യത്തിൽ അതെന്നെ ആത്മഹത്യയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ നാട് ഉപേക്ഷിക്കുന്നത്. ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് എനിക്ക് മുൻപോട്ട് പഠിക്കണം, എനിക്ക് ജോലി വേണം എന്നുള്ള ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഞാൻ പോകുന്നത് പോലും ആ അരക്ഷിതത്വ ബോധത്തിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആൾക്കൂട്ടവും തിരക്കും ഒക്കെ കാണുമ്പോൾ പോലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഞാൻ തയ്യാറുമല്ലായിരുന്നു. അവിടെ മുതൽക്ക് നമ്മൾ കുറേ മനുഷ്യരെ കാണുന്നു, നമ്മൾ അവരെ കേൾക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള വലിയ പരിക്കുകളുടെ ഒക്കെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് എൻ്റെ അലിവാണ്. എനിക്ക് ഒരു മനുഷ്യന് വേണ്ടുന്നതിൽ കൂടുതൽ അലിവുണ്ട്. ഇത്രയൊന്നും ഈ ലോകത്തിന് ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ആ ഒരു അലിവ് എന്നെ പല രീതിയിൽ അപകടപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി, അവളെ എനിക്ക് അറിയാവുന്ന എൻ്റെ ഹോസ്റ്റലിൽ മോഷണം നടത്തിയ പെൺകുട്ടി. ആ കുട്ടി ചൈൽഡ് അബ്യൂസിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയാണ്. അവളുടെ വളരെ അടുത്ത ബന്ധു, അമ്മയുടെ ആങ്ങള,
ആണ് അവളെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം അമ്മ അപ്പുറത്ത് കിടക്കുമ്പോൾ പോലും ചെവി കേൾക്കാത്ത അമ്മയായതുകൊണ്ട് ഈ കുഞ്ഞ് രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നത് രാത്രി അമ്മ കേൾക്കുന്നില്ല. ഈ അമ്മ പണിക്ക് പോകുമ്പോൾ പലപ്പോഴും ഈ ചൂഷണം ചെയ്യുന്ന ഈ മനുഷ്യൻ്റെ അടുത്താക്കിയിട്ടാണ് അമ്മ പുറത്ത് പോകുന്നത്. അപ്പോൾ ആ കുട്ടി കടന്നുപോയൊരു ട്രോമ, കുട്ടിക്കാലത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ നമ്മളിതിനെക്കുറിച്ച് എഴുതി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ എഴുത്തിൽ ഒരു വിശ്വാസം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കും എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ആ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം എൻ്റെ മെസ്സഞ്ചർ നിറയെ ഞാൻ കാണുന്നത് ഇത്തരത്തിൽ ചൈൽഡ് അബ്യൂസിന് ഇരയാക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളുടെ കണ്ണീരും കരച്ചിലുമാണ്. എനിക്ക് മനസ്സിലായ കാര്യം, ഇതിനടിമപ്പെടാത്ത ഒരു വാക്കുകൊണ്ടെങ്കിലും അബ്യൂസ് ചെയ്യപ്പെടാത്ത ഒരു സ്ത്രീയും ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നുള്ളത്. സ്ത്രീ മാത്രമല്ല, അല്ല, പുരുഷന്മാരുണ്ട്. ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഇത് വായിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഹണി, പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കുമുണ്ട് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇക്കാര്യത്തിൽ കുറച്ച് ഭീരുക്കളാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കിത് തുറന്നു പറയുന്നതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനക്കേട് പോലെയല്ല അതിനെ സൊസൈറ്റി കാണുന്നത്. കാരണം എന്നെയും ദുബായിൽ നിന്നൊരു വലിയ കമ്പനിയുടെ CEO ആയിട്ടൊക്കെ ഇരിക്കുന്ന മനുഷ്യനാണ്. അയാളുടെ ആ പോസ്റ്റിന്റെ വലിപ്പം അയാൾ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ രജനീഷിനെ വിളിച്ച് സംസാരിക്കുന്നത് രജനീഷിന് ബോധ്യപ്പെടണം, ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ അതിൻ്റെ ട്രോമ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. മനസ്സിലായി. അത് ഒരു പുരുഷൻ അങ്ങനെ, ഒരു പുരുഷനല്ല, പല പുരുഷന്മാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതേ പറ്റിയിട്ട്. അപ്പം ആ വിഷയത്തിൽ സത്യം പറഞ്ഞ സ്ത്രീ പുരുഷ വിഭിന്നതയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൺകുട്ടികളാണ് ചൂഷണത്തിന് വിധേയരാകുന്നത്. കാരണം അവർ കുറച്ചുകൂടെ അവൈലബിൾ ആണ്. പെൺകുട്ടികളെ പലപ്പോഴും ഈ ക്ലോസ്ഡ് സർക്കിളിലേക്ക് കിട്ടുന്നുള്ളൂ. കുറച്ചുകൂടെ ഡിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് ആൺകുട്ടികളെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടെ ഹണി ബാംഗ്ലൂരിലെ അനുഭവം പറയുമ്പോൾ, ഈ കിഡ്നാപ്പ് ചെയ്തിട്ട് റേപ്പ് ചെയ്യപ്പെടുക, പിന്നെ മയക്ക് കൊടുത്തിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ട് റേപ്പ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു അനുഭവം പറയുന്നുണ്ട്. അത് ചതിച്ചതാണ്. അതേപോലെ കുറേ ചതിപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ ഈ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നു. ഇതൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ പാകത വേണം. ഒരുപക്ഷെ അത് പിന്നീട് ഹണിയെ കുറച്ചുകൂടെ പക്വമതിയാക്കിയിട്ടുണ്ടാവാം. പക്ഷെ ആ സമയത്ത് അത് എങ്ങനെയായിരുന്നു ഡീൽ ചെയ്ത് പോയത്, അതൊക്കെ കാണുമ്പോൾ എന്തായിരുന്നു ആ ട്രോമ എന്നുള്ളത് എനിക്ക് ഇതിനകത്ത് കുറേയൊക്കെ വായിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും സൂക്ഷ്മമായിട്ട് എങ്ങനെയായിരുന്നു അത് ശരിക്കും ഹണി എങ്ങനെ മറികടന്ന് പോയത്? എനിക്ക് ആ മനുഷ്യരുടെ ഒക്കെ കൂടെ ഒരു പരിധി വരെ ഞാൻ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം. ഇപ്പം റേപ്പിന് ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്, അവൾ +1 എന്തോ പഠിക്കുന്ന പെൺകുട്ടിയാണ്. തമിഴ്നാട്ടിലെ കോളാറിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ്, ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി. ആ സമയത്ത് ആ രാത്രി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിരുത്തുന്നത് ഞങ്ങൾ 2 പെൺകുട്ടികളെയാണ്. എൻ്റെ റൂംമേറ്റ് ആയിരുന്ന പെൺകുട്ടി, വേറെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അത് അവിടുത്തെ വാർഡന് ഞങ്ങളെ തന്നെ കൂട്ടിനായിട്ട് ഇരുത്താൻ തോന്നിയത് പോലും ആ വിഷയത്തിൽ ഞങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു പക്വത തന്നെയാണ്. ഈ വിഷയം വരുമ്പോൾ ഇന്നേതൊക്കെയാണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്ന് വാർഡൻ പറയുന്നത് ഞങ്ങളോട് മാത്രമാണ്. അപ്പം നമ്മൾ ആ ഇമോഷണലി നമ്മൾ ആ ചേർത്ത് പിടിച്ച രീതി, നമ്മളത് അവതരിപ്പിച്ച രീതി, ഇതൊക്കെ മറ്റുള്ളവർക്കും ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണല്ലോ. ഇപ്പോൾ സ്വന്തം അമ്മയുടെ ആങ്ങള ചൂഷണം ചെയ്തു എന്ന് പറയുന്ന ആ പെൺകുട്ടി, അവള് രാത്രി വെള്ളമടിച്ച് ആടി വരുന്നതും ആ കുട്ടി മദ്യപിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. രാത്രി ഈ പെൺകുട്ടി ഹോസ്റ്റലിൻ്റെ വെളിയിലാണ്, ആ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല. അത് മദ്യപിച്ചത് കൊണ്ട് മാത്രമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ പ്രായം അത്രയേ ഉള്ളൂ. പക്ഷെ അന്ന് ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകൾ, ജർമ്മൻ പഠിക്കാൻ വന്ന മാരീഡ് ആയിട്ടുള്ള, സൗദിയിലൊക്കെ ജോലി ചെയ്ത് വീണ്ടും തിരിച്ചു വന്നിട്ടുള്ള കുറേ സ്ത്രീകളായിരുന്നു. അവരൊക്കെ കൂടെ ഉണ്ടായിട്ട് പോലും ആ കുട്ടിക്ക് പറയാൻ തോന്നിയത് എൻ്റെ അടുത്താണെന്നുള്ളതാണ്. അന്ന് ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. പക്ഷെ അവർക്കെല്ലാം ആദ്യം മനസ്സിലായത്, അവർക്ക് സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കാനുള്ള ഇതിലേക്ക് ഞാൻ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്നത്തെ കാലത്തെ ആ ഒരു ഏജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രസവം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും ഒരു മൊത്തം അറിവില്ലാത്ത ഒരു കാലത്താണ് ഞാനൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് ആ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഇന്ന് 5ാം ക്ലാസ്സിലെ കുട്ടീനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രോസസ്സ് ചിലപ്പം വിവരിച്ച് തന്നിരിക്കും. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സ്ത്രീകൾ പിന്നെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടിക്ക് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ അവളെ വിളിച്ച് ഒരു രാത്രി അടുത്തിരുത്തി അവളെ ഞാൻ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൾ ഭയങ്കര ഒച്ചത്തിൽ കരയുവാണ്. എന്നെ മനസ്സിലാക്കണമെന്ന് പറയുമ്പം ഞാൻ എൻ്റെ അനിയത്തിയെ ഓർമ്മിക്കുന്നു എന്നാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്.
എനിക്കെൻ്റെ അനിയത്തെ ഓർമ്മ വരികയും ഞാൻ അവളെ 2 കൈ കൊണ്ട് വട്ടം കെട്ടിപ്പിടിച്ച് അവൾ ഒച്ചത്തിലിരുന്ന് കരയുവാണ്. അപ്പം നമുക്ക് ആ പെയിൻ എനിക്കതങ്ങ് അത് അത്രത്തോളം എന്ന് പറയില്ല, അതൊരു വലിയ കളവാണ്. നമ്മളൊരാൾ മറ്റൊരാളുടെ വേദന നോക്കി അത് മുഴുവനായിട്ട് മനസ്സിലാവുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കളവാണ്. പക്ഷേ ഐ എം സോറി, അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് അന്നാണ് മനസ്സിലായത്, എനിക്ക് ആളുകളുടെ വേദന ഉൾക്കൊള്ളാൻ പറ്റും, എനിക്ക് മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ തന്ന ഒരു തിരിച്ചറിവാണ്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് വേണ്ടത് സ്വത്തും പണത്തിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യന് വേണ്ടത് ചേർത്ത് പിടിക്കാൻ ഒരു മനുഷ്യന് എന്തിനാണ് മറ്റൊരു മനുഷ്യനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ കേൾക്കാൻ എന്നുള്ള ഒരു ഉത്തരം കിട്ടുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഹണി ശരിക്കും ഈ ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, നല്ല സാരിയാണ്. സന്തോഷം. ഇതൊരു കോൺട്രാസ്റ്റ് ആയിരിക്കാം ഒരു പക്ഷേ. ഹണി ഗൗരവമുള്ള വർത്താനം നടത്തുന്നു, ഞാനത് ശ്രദ്ധിക്കാതെ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പക്ഷെ അതിനിടയിൽ പറയാൻ വിട്ടുപോയതുകൊണ്ടാണ്. പക്ഷെ അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പോൾ എനിക്കത് പറഞ്ഞേ പറ്റൂ. കാരണം പ്രണയത്തിൻ്റെ അഗ്നിക്കാടുകൾ എന്ന് പറയുന്ന ഒരു അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സെൻറ്റൻസ് ഞാൻ ആദ്യം വായിക്കാം. ഉടൽ മുറിയാതെ കടന്നുപോയ പ്രണയങ്ങൾ. എനിക്കിത് പറഞ്ഞു തരണം കേട്ടോ, ഡീകോഡിങ് പോലെയാണ്. മനസ്സ് പിഴുതെടുത്തുകൊണ്ട് ചിതറി അകന്ന പ്രണയരാഹിത്യങ്ങൾ എന്നും കൂടി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനെ തുടർന്ന് എഴുതിയിരിക്കുന്നതും ഒടുവിൽ ഉടൽ എന്നത് പ്രണയത്തെ പൊതിഞ്ഞു പിടിച്ച ശിരോവസ്ത്രം മാത്രമാണെന്നത് ബോധ്യപ്പെടുമ്പോൾ അതെനിക്ക് നൽകിയ അനുഭവങ്ങളാണ് ഈ മനുഷ്യകുലത്തെക്കുറിച്ച് എന്ന് തുടർന്ന് എഴുതി പോകുന്നുണ്ട്. അത് മുഴുവനായിട്ട് വായിച്ചില്ല. അത് വായിക്കുന്നതിന് മുമ്പ് പ്രണയം എനിക്കൊരിക്കലും അന്യമായിരുന്നില്ല. എൻ്റെ മജ്ജയിൽ, മാംസത്തിൽ, ജീവൻ്റെ ഓരോ അണുവിലും അഗാധമായ പ്രണയമുണ്ട്. പക്ഷേ എനിക്ക് ആദ്യം പറഞ്ഞു തരേണ്ടത് ഈ ഉടൽ മുറിയാത്ത പ്രണയങ്ങൾ എന്ന് പറയുന്ന പ്രയോഗം ശരിക്കും എന്താ ഈ ഉടലിനെ തൊടാതെ പോയ പ്രണയങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഒരു പക്ഷേ പക്വതക്കുറവിൻ്റെ പ്രശ്നമായിരുന്നു. അനാവശ്യമായ ഭയങ്ങളൊക്കെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഭരിച്ചിരുന്നൊരു കാലത്ത് ഇരുന്നിട്ട് ഞാൻ എഴുതിയ, അത് കൗമാരത്തിൽ മാത്രമല്ല, അല്ല, അത് ആ പ്രണയത്തിൻ്റെ അഗ്നിക്കാടുകൾ ആ ഒരു പ്രായത്തിലുള്ള പ്രണയാനുഭവമാണ്. ആ സമയത്തൊക്കെ നമുക്ക് അന്നത്തെ ഒരു കാലത്ത് ഭീകരമായിട്ടുള്ള ഭയങ്ങളുണ്ട്. ഇപ്പം അന്നത്തെ എൻ്റെ പ്രണയങ്ങളൊക്കെ ആകെ വ്യക്തിയെ കാണാൻ പറ്റുന്നത് ബസ്സിൽ പോകുമ്പോൾ മുന്നിൽ നിന്നിട്ട് ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഉണ്ട് എന്നുള്ള സന്തോഷങ്ങൾ, ഇതൊക്കെയായിരുന്നല്ലോ. അല്ലെങ്കിൽ നമ്മൾ അയാളെ ഫോൺ ചെയ്യുന്നു, അയാളെല്ലാം ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ആരാന്ന് ചോദിക്കുമ്പം അപ്പുറത്തെ വേറെ ഏതെങ്കിലും സരസ്വതി അമ്മയുടെ പേര് പറയുന്നു, നമ്മൾ റോങ് നമ്പർ പറഞ്ഞ് കട്ട് ചെയ്യും. സരസ്വതി അമ്മ ശരിയായ പേരല്ല കേട്ടോ, നിങ്ങൾ വിശ്വസിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, കളവ് പറയുന്നു. എനിക്ക് നല്ല ബുദ്ധിയാണ്. അല്ല, സ്വന്തം പേര് പറയാൻ പറ്റില്ലല്ലോ, അവരുടെ പാരൻസ് ആണ് കോൾ എടുക്കുന്നുണ്ടെങ്കിൽ. ഇങ്ങനെയൊക്കെ അവസാനിച്ച് പോകുന്ന പ്രണയങ്ങളായിരുന്നല്ലോ. ഇന്ന് പക്ഷേ നേരെ തിരിച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മനുഷ്യൻ്റെ കൂടെ എവിടെയും നിങ്ങൾക്ക് സമയം ചെലവഴിക്കാം. നിങ്ങൾ ഏത് രീതിയിൽ അത് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ ആ പ്രണയത്തെ കൊണ്ടുപോകാനുള്ള ഒരു സ്പേസ്, സ്വാതന്ത്ര്യബോധം അതൊക്കെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കൗമാരകാലത്തൊന്നും എൻ്റെ പ്രണയം എൻ്റെ ശരീരവുമായിട്ട് ഒരു രീതിയിലും ഒരുപാട് കണക്ട് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ രീതിയിലേക്കൊന്നും എൻ്റെ പ്രണയം ആ കാലത്തൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. ഈ ഭയം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നമ്മുടെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ പോലും, ഏറ്റവും വലിയ സങ്കടം ഞാൻ പറഞ്ഞ് കരയുന്ന സമയത്ത് പോലും അപ്പുറം നിൽക്കുന്ന മനുഷ്യനെ എനിക്ക് കെട്ടിപ്പിടിക്കണം എന്ന് തോന്നിയാൽ പോലും അതിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന ഭയങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ആ ഉടൽ മുറിയാത്ത പ്രണയം എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് ജീവിതത്തിൽ ഇങ്ങോട്ടേക്ക് സംഭവിച്ചിട്ടുള്ളത്, ശരീരത്തിന് വലിയ ചതവുകൾ പറ്റിയിട്ടുള്ള ബന്ധമുണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ശരീരത്തിന് ഏറ്റവും ഉപദ്രവമുണ്ട്. വാഷ്റൂമിൽ നിന്ന് നേരെ ഞാൻ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്ക് പാള കീറുന്ന ഒച്ചത്തിൽ എൻ്റെ പുറത്ത് വീഴുന്ന ഒരു അടിയുടെ ശബ്ദമുണ്ട്. അപ്പോൾ എനിക്ക് അന്നാണ് മനസ്സിലാവുന്നത്, ഈ പുറത്തടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം പോകുന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത്രയും വലിയൊരു മനുഷ്യൻ എൻ്റെ പുറത്തടിച്ച് ഞാൻ അവിടെ കമിഴ്ന്ന് വീഴുമ്പോൾ എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് നിവരാൻ പറ്റുന്നില്ല. ആ സമയത്ത് അമ്മയെ എന്ന് വിളിക്കുമ്പോൾ നീ അമ്മയെ വിളിക്കുന്നോ എന്ന് ചോദിച്ചിട്ട് പിന്നെ കുതിരെ തല്ലുന്നുണ്ട്. എൻ്റെ വലത് കൈക്ക് ചതവ് പറ്റുന്നുണ്ട്. ദിവസങ്ങളോളം ഞാൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടേഷന് പോകുന്നുണ്ട്. എൻ്റെ തലയ്ക്ക് പരിക്ക് പറ്റുന്നുണ്ട്. അപ്പം അവിടുന്ന് ഡോക്ടറിൻ്റെ അടുത്ത് നിരന്തരം കൺസൾട്ടേഷന് പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കണ്ണ് വീങ്ങിയിരിക്കുന്നു, മുഖം നീര് വന്നിരിക്കുന്നു, എന്താണ് തലയ്ക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ബാത്ത് ടബിൽ ഞാൻ വീണതാണെന്ന് പറയുമ്പം
ഡോക്ടർ അത് വിശ്വസിക്കുന്നില്ല. ഒരാൾക്ക് തല കുത്തി ബാത്ടബിലേക്ക് വീഴാൻ പറ്റില്ലല്ലോ. നമ്മൾ കാല് തന്നെ വീണാലും തലയുടെ പിന്നിലേ വീഴുള്ളൂ. ഒരു ഡോക്ടറോടും വക്കീലന്മാരോടും നമ്മൾ കളവ് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഈസി ആയിട്ടത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വലിയ ആരോഗ്യ പ്രശ്നത്തിലേക്കൂടെ പോലും ഞാൻ കടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് പോലും നമുക്ക് ഇത്തരം മനുഷ്യരിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എന്തൊക്കെയോ തരത്തിലുള്ള ഭയങ്ങളും വിധേയത്വവും ഒക്കെ എന്നെ ഭരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ആളുകളോട് പറയാറില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് 20 വർഷം 25 വർഷം ഇത്രയും നിങ്ങളെ ഉപദ്രവിച്ച, മെൻ്റലി ഹരാസ് ചെയ്ത മനുഷ്യർക്കൊപ്പം ജീവിതം പങ്കുവെച്ചതെന്ന് ചോദിക്കുമ്പോൾ പോലും എനിക്ക് ഉത്തരം കിട്ടാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. KR മീര ഏതോ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വേദനിപ്പിക്കുന്ന മനുഷ്യനെ പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റും, സ്ത്രീകൾക്ക് സ്നേഹിക്കാൻ പറ്റുന്ന, വായിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണെന്ന് തോന്നുന്നു. സ്നേഹിക്കാൻ പറ്റും എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് എവിടേക്കോ ഏതൊക്കെയോ ഒരു ഘട്ടത്തിൽ നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുള്ള, നമ്മൾ സ്നേഹത്തോടു കൂടെ ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തിട്ടുള്ള, ഏറ്റവും വാത്സല്യത്തോടെ നമ്മൾ ഒരു ഉരുള ചോറ് വാരിക്കൊടുത്തിട്ടുള്ള അത്തരം ഇടങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരം നോവുമ്പോൾ പോലും ഇറങ്ങിപ്പോവാൻ പറ്റാത്ത രീതിയിലേക്ക് ഞാൻ ബ്ലോക്കായി പോയിട്ടുണ്ട്. പിന്നീട് പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോഴെനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്കിത് എഴുതാൻ ഒരു യോഗ്യതയുമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അത്തരം എല്ലാ ട്രോമകളിൽ നിന്ന് ഞാൻ ഇന്നും സംസാരിക്കുന്നത് എനിക്ക് ആ ഘട്ടത്തിൽ ഇറങ്ങിപ്പോവാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറ്റണം എന്നുള്ളത് കൊണ്ടാണ്. ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടല്ല. ഞാൻ എപ്പോഴും പറയും, എന്നെ ഐഡിയൽ ആക്കാൻ പറ്റിയ ഒരാളേ അല്ല ഞാൻ. കാരണം എവിടെയൊക്കെയോ ധൈര്യം, വ്യക്തിജീവിതത്തെക്കുറിച്ചാണ് പറയേണ്ടത്. ഏറ്റവും ധൈര്യം കാണിക്കേണ്ട ഘട്ടത്തിൽ ഒരു കാമനകളുടെ മാനിഫെസ്റ്റോയിൽ അത് കവിതയായിട്ട് വന്നിട്ടുണ്ട്. വിധേയത്വമുള്ള ഒരു നായയായിട്ട് സ്നേഹത്തിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ ഏറ്റവും വലിയ പരാജയം അതാണ്. എന്നെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യനോട് പോലും എനിക്ക് പൊറുക്കാൻ പറ്റും. ഞാൻ പൊറുക്കാതിരുന്നിട്ടുള്ളത് എൻ്റെ സർവൈവൽ മുടക്കുന്ന രീതിയിൽ എന്നെ ഉപദ്രവിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അവിടെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾ എന്നെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് മരിക്കാൻ പറ്റില്ല, എനിക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ എന്നെ കൊല്ലാതിരിക്കാൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നു എനിക്ക് നിങ്ങളോട് പൊറുക്കാൻ പറ്റും, എനിക്ക് നിശബ്ദയാവാനും പറ്റും. പക്ഷേ ഞാൻ മരിക്കണമെന്നൊരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്നെ വിട്ടുതരില്ല. എനിക്ക് നേരത്തെ പറഞ്ഞ മനുഷ്യരോടുള്ള എൻ്റെ മറുപടിയും സമീപനവും അതുതന്നെയാണ്. ഞാൻ എവിടെയെങ്കിലും പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജീവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മരണം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹത്തോട് പോലും എനിക്ക് പ്രതിരോധിക്കേണ്ടി വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ശരീരം അത്രയും ചതവ് പറ്റുന്ന ഘട്ടത്തിൽ പോലും എനിക്ക് അവിടെ പൊറുക്കാനോ വിട്ടുപോവാതെ ആ സ്പേസിൽ നിൽക്കാനോ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള രീതി ഒരു സംഭവമാണ്. അങ്ങനെയൊക്കെ പറ്റുന്ന, നമ്മൾ സ്ത്രീകളോട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയോ രീതിയിലുള്ള വിധേയത്വങ്ങൾ, നിസ്സഹായതകൾ. എനിക്ക് തോന്നിയത്, എനിക്ക് ഈ ഒരു മനുഷ്യനോട് ഒരു നേരമെങ്കിലും ഞാൻ കൊടുത്തിട്ടുള്ള ജെനുവിനായിട്ടുള്ള സ്നേഹം അതിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം മനുഷ്യരിൽ നിന്നുള്ള ഇറങ്ങി നടത്തമാണ്. ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യരിൽ നിന്ന് ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജീവൻ അപകടകരമാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ എന്നെ അറ്റാക്ക് ചെയ്യുന്ന മനുഷ്യരിൽ നിന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും അടുത്തറിയുന്ന മനുഷ്യർ നമ്മളോട് അതിൻ്റെ ഏറ്റവും വിപരീതമായിട്ട് സംസാരിക്കുമ്പോൾ, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വല്ലാതെ ചിതറിപ്പോവും. അത് നമ്മളെ അറിയാത്തൊരു മനുഷ്യൻ നമ്മളോട് അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പെയിൻ തോന്നില്ല. നിങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ, എനിക്ക് പണത്തോടും ആഡംബരങ്ങളോടും അല്ലെങ്കിൽ ആ രീതിയിൽ എനിക്ക് മുൻപോട്ട് വരണമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഇത്രയും ഒരു ഫൈറ്റൊന്നും എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അത്യാവശ്യം മെനയുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ വന്നാൽ മതി എന്ന് പറയുന്ന ഇഷ്ടം പോലെ പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്ത സ്പേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും സെയിം അനുഭവം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അവിടങ്ങളിലൊക്കെ ഈ രീതിയിൽ നമുക്ക് കയറി പോകാമായിരുന്നു. ആ രീതിയിലൊക്കെ പണം ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ എനിക്ക് സാധ്യമാവുമായിരുന്നു ഈ രീതിയിൽ. അപ്പോൾ നമ്മളിങ്ങനെ അല്ല എന്നറിയുന്ന ഒരാൾ,
നിനക്ക് വീട് വെക്കണ്ടേ, നിനക്ക് സ്ഥലം മേടിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് അധ്വാനിച്ച് വീട് കെട്ടിയാൽ മതി, എനിക്ക് അധ്വാനിച്ച് സ്ഥലം വാങ്ങിയാൽ മതി, ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഉറങ്ങുന്ന ആ സ്പേസിൽ ഇതെൻ്റെ വിയർപ്പാണ് എന്ന് പറയുന്ന രീതിയിൽ വർത്തമാനം പറയാൻ ലോകത്തൊരു മനുഷ്യനെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇറങ്ങിപ്പോയ എല്ലാ ഇടങ്ങളിൽ നിന്നും കൈയും വീശി ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാനെന്ന് പോലും അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം വീട് വിട്ടിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ വളർന്ന വീട് വിട്ടിട്ട് എൻ്റെ അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാൻ ആ വീട് വിട്ടിറങ്ങിപ്പോകുമ്പം എൻ്റെ കയ്യിലുള്ളത് 2 വയസ്സുള്ള എൻ്റെ മോൻ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. ഒന്നുമില്ലാതെ ആ ഇട്ട ഡ്രസ്സോട് കൂടിയിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് പോലും ആ വീട്ടിലുണ്ടായിട്ടും അവിടെ നിന്ന് ഒന്നും എടുക്കാതെ നമ്മളൊരു ഇരുട്ടത്തേക്ക് നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. നമ്മുടെ പാരൻസ് ഉണ്ടാക്കി തന്നത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കളോ ഭൂമിയോ വീടോ ഒന്നും നമ്മൾ കൊണ്ടുപോകാതെ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് പൊരുതാൻ ഉറച്ചിറങ്ങി നടക്കുകയാണ്. വിവാഹ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ജീവനാംശം പോലും മേടിക്കാതെ കുഞ്ഞിനെ മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോകുമ്പോഴും ഞാൻ ആ 0 സ്പേസിലാണുള്ളത്. അപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ ആ വാടക വീടിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് 25,000 രൂപയില്ല എൻ്റെ കയ്യിൽ. അത്തരം സ്പേസിൽ പോലും ഞാൻ കാണിച്ചിട്ടുള്ള ഒരു ആത്മധൈര്യമുണ്ട്. എൻ്റെ കയ്യിൽ വിദ്യാഭ്യാസമുണ്ട്. ഞാൻ 1 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം ജോലി തെണ്ടും, 4ാമത്തെ മാസം എനിക്ക് ജോലി കിട്ടും, ഞാൻ പൊരുതും, ഞാൻ നേടും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ഒരു സ്ത്രീയാണെന്നറിഞ്ഞിട്ട് നിങ്ങളുടെ ഒപ്പം നടന്ന ഒരാൾ പിന്നീട് ഇതിന് നേരെ വിപരീതമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിതറിപ്പോവും. നിങ്ങൾ ഈ കാലങ്ങളൊക്കെ നിങ്ങൾ തീയിലേക്കൂടെ നടന്ന് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഇടത്തെ നിലംപരിച്ചാക്കിയിട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക, ഏറ്റവും ക്രൂരയായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ളതോ ആയിട്ടുള്ള ഇമേജ് ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മളിങ്ങനെ ഒന്നുമല്ല എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള മനുഷ്യനാണ്. അവിടെ വല്ലാതെ ചെതറിപ്പോയിട്ടുണ്ട്. ആ കാലമൊന്നും ഞാൻ കടന്നുപോയ നമ്മൾ വീണ്ടും വീണ്ടും ട്രോമ എന്നല്ല അതിനെക്കുറിച്ച് പറയേണ്ടത്, ജീവിതം അങ്ങ് ഫ്രീസായി പോവുക എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. സത്യത്തെ എല്ലാം റദ്ദ് ചെയ്ത് എൻ്റെ പേരിൽ ഇന്നും വീടില്ല, എൻ്റെ പേരിൽ ഇന്നും സ്ഥലമില്ല, എൻ്റെ പേരിൽ ഇപ്പോഴും ബാങ്ക് ബാലൻസ് ഇല്ല. അപ്പോൾ ഇതൊന്നും മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും എനിക്കില്ല എന്നുള്ളതാണ്. നമ്മളിതൊക്കെ തുറന്നു പറയാൻ വേണ്ടി വരില്ല എന്നുള്ള പൂർണ്ണ ബോധ്യവും ഇക്കാലം കൊണ്ട് കൂടെ നടക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കിയിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ നുണകളൊക്കെ സത്യമാണെന്ന് ചുറ്റുമുള്ള ഏതൊക്കെയോ കൂട്ടങ്ങൾ വിശ്വസിക്കുകയും നമ്മൾ ഏതൊക്കെ ഇടത്തിലാണ് അവർക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുക, അവരതിനാദ്യം എടുക്കുന്ന വഴി ഇതായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ വല്ലാണ്ട് ഞാൻ ചെതറിപ്പോയിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ബോധ്യമുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. നമ്മൾ എന്തുണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് നേടിയിട്ടുള്ള ഈ ഒരു ആത്മധൈര്യം എനിക്കൊപ്പമോ എൻ്റെ പിന്നാലെയോ നടക്കുന്ന സ്ത്രീകൾ വീണു പോവാതിരിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. ആരും കൊണ്ടുവന്ന് തന്ന ഒരിടം എനിക്കില്ല. ആരും കൊണ്ടുവന്നതൊന്നും കൈവശപ്പെടുത്തിയിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമില്ല എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾ എന്ത് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാലും, നിങ്ങൾ ഏതൊക്കെയോ ഘട്ടത്തിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വിശ്വാസം, സ്നേഹം, ഇതൊക്കെ നിങ്ങളിപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ ആൻസർ ആയിരുന്നു. ഞാൻ പ്രണയത്തെക്കുറിച്ച് കുറച്ചുകൂടെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. പ്രണയം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ പ്രണയത്തിൻ്റെ രാജകുമാരിയാണെന്നാണ് എന്നെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറ്. പ്രണയം വിട്ടിട്ടൊന്നും മനുഷ്യർക്ക് ജീവിക്കുക വലിയ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊക്കെ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്നൊരു ചോദ്യം മുൻപിലുണ്ട്. നമ്മളൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് സത്യത്തിൽ സ്നേഹത്തിന് വേണ്ടിയാണ്. നമ്മളെല്ലാവരും, നിങ്ങൾ ഒരിടത്ത് തോറ്റുപോയി എന്ന് വിചാരിക്കുക, നിങ്ങൾ അവിടെ കൊണ്ട് മനുഷ്യരെ ഭയന്നിട്ട് നിങ്ങളുടെ പ്രണയം അവിടെ സ്റ്റോപ്പായി പോകരുത്. നിങ്ങളൊരു ഇനിയിപ്പം വിവാഹം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ കടന്നു, നിങ്ങൾ തോറ്റുപോയി, രണ്ടാമതും നിങ്ങൾക്കൊരു ഓപ്ഷൻ വന്നു, നിങ്ങൾ തോറ്റുപോയി, മൂന്നാമതും നിങ്ങൾ എണീറ്റ് നടക്കണം, നല്ല സ്നേഹത്തിൽ നിങ്ങൾ ചെന്ന് പെടണം, പരിക്കുകൾ പറ്റും, പൊടിതട്ടി എണീക്കാനാവുന്ന വേഗത്തിൽ നോക്കണം എന്നുള്ളതൊക്കെ പറയാനുള്ളൂ. നമ്മളെ നോക്കി
നോക്കിയിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ പറ്റുക? നിങ്ങളുടെ ക്വാളിറ്റി അളക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പ്രണയത്തിൽ പെട്ടു, നിങ്ങൾ എത്ര ഇതൊന്നുമല്ല മനുഷ്യൻ്റെ ക്വാളിറ്റി അളക്കുന്ന ഉപകരണം എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെ ഒരു മനുഷ്യനെ ഒരാളുടെ സർവൈവലിൻ്റെ കീഴിൽ കൊണ്ടുപോയി കോടാലി വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അളക്കുന്ന ഉപകരണം അതുമാത്രമാണ്. നിങ്ങൾ സാമൂഹ്യപരമായിട്ട് ഈ സൊസൈറ്റിക്ക് എന്ത് സംഭാവന ചെയ്തു, നിങ്ങൾ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും മിനിമം ശരാശരി മനുഷ്യൻ എന്നുള്ള രീതിയിൽ മറ്റു മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിടാതെ നിങ്ങൾ നടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു ശരാശരി മനുഷ്യനായി. അല്ലാതെ നിങ്ങൾ സ്നേഹബന്ധങ്ങളുടെ കണക്കെടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ കണക്കെടുത്തിട്ടോ ഒന്നുമല്ല ആളുകളെ അളക്കേണ്ടത്. ഞാൻ എപ്പോഴും കാണാറുണ്ട്, ഇപ്പം ഏറ്റവും അടുത്ത് അമൃത സുരേഷിൻ്റെ ഒരു വിവാഹമോചനം വന്ന സമയത്ത് വളരെ ഫെമിനിസം പറയുന്ന സ്ത്രീകളൊക്കെ 2ാം തവണയും തോറ്റുപോയി. അപ്പോൾ ഇവരുടെ പുരുഷൻ എപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എപ്പോഴും ഏത് ബന്ധത്തിൽ തോറ്റുപോയാലും അതിലെ പ്രശ്നക്കാരി എന്ന് പറയുന്നത് സ്ത്രീ തന്നെ ആയിരിക്കും, പ്രശ്നമുണ്ടാക്കിയ ആൾ സ്ത്രീ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി എപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? അവർക്ക് അത്ര ഏജേ ഉള്ളൂ. അപ്പം ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് ഈ ചെറിയ പ്രായത്തിൽ അവർ രണ്ടാമത് വീണ്ടും സ്നേഹത്തെ വിശ്വസിച്ചു, മനുഷ്യരിൽ വിശ്വസിച്ചു, ബന്ധങ്ങളെ വിശ്വസിച്ചു. അവർക്ക് തെറ്റുപറ്റി, അവരിറങ്ങിപ്പോയി. അവർ ഈ ഏജിൽ ഇനി സ്നേഹിക്കാതിരിക്കണോ? ഈ മനുഷ്യരെയൊക്കെ പേടിച്ചിട്ട് അവരിനി സ്നേഹത്തിൽ ചെന്ന് അവർക്ക് പ്രണയം ഉണ്ടാവാൻ പാടില്ലേ? അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ഫെമിനിസ്റ്റുകളൊക്കെ എഴുതിയത്, ഞാൻ ആ സമയത്ത് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. ഒരു തവണ പരുക്ക് പറ്റും, വീണ്ടും പരുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്, അങ്ങ് ജഡ്ജ് ചെയ്യുകയാണ്. ഒരു നല്ല ഫ്രോഡിന് ഒരാളെ, ഞാൻ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഞാൻ പൊതുവെയുള്ള ഫ്രോഡുകളുടെ സ്വഭാവം പറഞ്ഞതാണ്. ഈ പറയുന്നത് പോലെ വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കും ഒരാളെ തൻ്റെ പ്രണയത്തിലേക്ക് വലിച്ചെടുപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ടാവുക. ചക്കയൊന്നുമല്ല ചൂഴ്ന്നു നോക്കി ഇത് മൂത്തതാണോ ഇളയതാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെടും. ഫ്രോഡുകൾക്ക് അത് എളുപ്പമാണ്. അവർ വീണ്ടും പൊടി തട്ടി എണീറ്റ് കുറെ കൂടെ നല്ല ബന്ധങ്ങൾ അവർക്ക് ഉണ്ടാവട്ടെ എന്നല്ലേ നമ്മൾ ആശ്വസിക്കേണ്ടത്. അവർ ഈ 30 വയസ്സിലോ 35 വയസ്സിലോ ഒരിടത്ത് തോറ്റുപോയി എന്ന് വിചാരിച്ച് ഈ ആൾക്കൂട്ടത്തെ മുഴുവൻ ഭയന്ന് എന്തിനു വേണ്ടി പിന്നെ അവർ ജീവിക്കുന്നത്? ഞാൻ അമൃത സുരേഷിന്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ പൊതുവെ ആളുകൾ ഒരു കാണുന്ന രീതിയും ഇതിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ സ്നേഹത്തിൽ പെടണം, നിങ്ങൾ പ്രണയത്തെ വിശ്വസിക്കണം, നമ്മൾ കുറേയൊക്കെ കെയർഫുൾ ആവണം. പക്ഷേ ഇത്രയധികം പെർവേർട്ടുകളും ഫ്രോഡുകളും ഉള്ള ഒരു ലോകത്ത് നമുക്ക് ഈ മനുഷ്യരെ തിരിച്ചറിയുക സ്ത്രീകൾക്കെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അപ്പോഴും ഞാൻ സ്നേഹത്തെ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പ്രണയത്തെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഒരു അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ചട്ടക്കൂടിനെ ഭയന്നിട്ടും മുൻപോട്ട് ജീവിക്കാൻ ഒരു ആഗ്രഹമുള്ള ഒരാളല്ല, അതിനൊന്നും തന്നെ കിട്ടുകയും ചെയ്യില്ല. ഈ കാമനകളുടെ മാനിഫെസ്റ്റോ തുടങ്ങുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്, സ്നേഹിക്കപ്പെടാൻ ഒരാളെ തിരഞ്ഞുള്ള യുദ്ധമല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്ക് ഈ ജീവിതം. ശരിയാണ്, സത്യത്തിൽ നമ്മൾ അതിനൊക്കെ ഉള്ളൊരു ഫൈറ്റ് നടത്തുന്നതാണ് ജീവിതം എന്നാണ് ഞാനും കരുതുന്നത്. ശരിക്കും ഈ കാമനകളുടെ മാനിഫെസ്റ്റോ എന്താണെന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. എനിക്ക് ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിലൊന്നെന്ന് പറയുന്നത്, അന്നാ സന്ധ്യയ്ക്ക് പരസ്പരം വാരിയുണ്ട ദിവസമായിരുന്നു. ഭൂതകാലത്തിൻ്റെ മരണം നനഞ്ഞ നായെപ്പോലെ ഓർമ്മകളുടെ പീഡികത്തിണ്ണയിൽ ഞാൻ കയറി നിന്നു. തെരുവ് യാചകനെ പോലെ ഗന്ധങ്ങളുടെ പുകയെറിഞ്ഞു. പൊടുന്നനെയായിരുന്നു നീ. ഈ പൊടുന്നനെയായിരുന്നു നീ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഈ പരസ്പരം വാരി ഉണ്ട ദിവസം നല്ല രസമുള്ള പ്രയോഗം, വാരി ഉണ്ണുക. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ നമുക്കൊരു വിശപ്പ് കൂടുതലുണ്ടെങ്കിൽ ആവേശം ഉണ്ടാവാം. നമുക്ക് നമ്മുടെ കൊതിയാണല്ലോ സ്നേഹം എന്ന് പറയുന്നത്, കൊതിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് ഏറ്റവും സ്നേഹം തോന്നുന്ന മനുഷ്യനോടാണ് നമുക്ക് കൊതി ഉണ്ടാവുക. അത് ഏത് രീതിയിലും ആവട്ടെ, അതിനാണ് ഏറ്റവും ബ്യൂട്ടിയും ഉണ്ടാവുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ പറയുന്നത് പോലെ പ്രണയത്തിൽ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ വിശ്വസിച്ചിട്ട് നമ്മൾ ഈ കൊതിയോടുകൂടെ അവരെ സമീപിച്ചിട്ടുണ്ടാവണമല്ലോ. നമ്മൾ എല്ലാം പങ്കിട്ട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ആ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് ആ കൊതിയിലേക്ക് കടക്കുന്നത്? നമുക്ക് ആ സ്നേഹക്കൂടുതലിനെ എങ്ങനെങ്കിലുമൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ അതൊരു കൊതിയായിട്ടോ വിശപ്പായിട്ടോ ഒക്കെ മാറുകയാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് അത്തരം ട്രോമകളുണ്ട്. ഈ ട്രോമയെക്കുറിച്ചല്ല, ഇത് ട്രോമയല്ല, ഭൂതകാലത്തിന്റെ ട്രോമയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ ട്രോമയെ അപ്പോൾ തലോടുകയാണ്. ഈ മുറിവുകളെല്ലാം മാഞ്ഞു പോവുകയാണ്. ഈ പൊടുന്നനെയായിരുന്നു നീ എന്ന് പറയുന്നത് ഈ ട്രോമയും കൊണ്ട് ഞാൻ നടക്കുന്ന ഒരു വിഷാദ കാലത്ത് ഏറ്റവും കൊതി തോന്നുന്ന രീതിയിൽ സ്നേഹവുമായിട്ട് ഏതോ ഒരാൾ വരുന്നു,
ആ പൊടുന്നനെ എന്ന് പറയുന്നത് ആ ഒരു സംഘർഷാവസ്ഥയിൽ എൻ്റെ മുറിവുകളെ തലോടിയ മനുഷ്യനെ കുറിച്ചാണ്. ആ മനുഷ്യനെ കുറിച്ച് മറ്റൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കാമനകളുടെ മാനിഫെസ്റ്റോയിൽ കുറേ എഴുതിയിട്ടുണ്ട്, അത് കവിതകളാണ്. പക്ഷേ അല്ലാതെ തന്നെ ആ മനുഷ്യൻ എങ്ങനെയാണ് വന്നത്, അന്ന് എന്തായിരുന്നു കാലാവസ്ഥ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് ആ ഒരു ഹണിക്ക്. കാരണം ആ 2 പുസ്തകത്തിൽ എഴുതിയെന്ന് വിചാരിച്ചിട്ട് ഹണി ഞങ്ങൾ വിടൂല. ഞങ്ങൾ കണ്ടുപിടിക്കേണ്ട ആൾക്കാർ ഏത് പുസ്തകത്തിൽ കിടന്നാലും കണ്ടുപിടിക്കും. അയാളെ ഞാൻ ആദ്യം കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്. ഒരു ആക്സിഡന്റ്. മനസ്സിലായി, ഇനി പറയണ്ട. ഓക്കെ ഫൈൻ. ഇത് നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെ കേട്ടോ, ഇപ്പോൾ വരും. അത് ഞാൻ ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ കിടക്കുന്ന ഒരു സമയത്ത്, ഞാനതുവരെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു. ഞാൻ ബാങ്കിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു കൊളീഗിൻ്റെ കൂടെ ബൈക്കിൽ കയറി അങ്ങ് ഇരുന്നതേ ഉള്ളൂ. ഫോറം മോളിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാനപ്പോൾ പറയുന്നുണ്ട്, ഇവൻ റാഷ് ഡ്രൈവിംഗ് ആയതുകൊണ്ട് ബാംഗ്ലൂരാണ്, പതിയെ പോണം. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം അന്നൊക്കെ സദാചാരം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഞാൻ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ അന്ന് ഭരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ വെച്ച് ഈ ചെറുക്കൻ്റെ കൂടെ ആക്സിഡന്റ് പറ്റി വീണ നാട്ടുകാർ വൃത്തികേട് പറയും. അത് നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പം ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമായിരുന്നെന്ന് പറയും. അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതൊന്നും പറയിപ്പിക്കരുതെന്നുള്ളതാണ് എൻ്റെ ഇൻറ്റൻഷൻ. അപ്പോൾ പതിയെ പോകണമെന്ന് പറയുന്നു. വണ്ടി എടുക്കുന്നു, സ്പോട്ടിൽ തന്നെ 4 കൂടിയ റോഡിൽ ഞാൻ അടിച്ച് തെറിച്ച് വീഴുവാണ്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഫയലുകളൊക്കെ തെറിച്ചു പോയി. ഞാൻ ആ റോഡിലെ കൂടെ എത്രയോ മീറ്റർ നിരങ്ങി പോവുകയാണ്. അപ്പം എൻ്റെ കൈയെല്ലാം ഫുള്ള് തൊലികളെല്ലാം അടർന്ന്, വിരലിൻ്റെ ബാക്കിൽ തൊലികളെല്ലാം അടർന്ന്, മുട്ടെല്ലാം ചെതറി. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ചോരയിൽ കുളിച്ചിട്ട് ഞാൻ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കിടക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് ഇദ്ദേഹത്തെയാണ്. അപ്പം ഞാൻ എപ്പോഴും കരയുന്നത്, എൻ്റെ ദേഹത്ത് ചോരയുണ്ട്, മുറിവുണ്ട്, ഇതെല്ലാം വെച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അടുത്ത ദിവസം MBAയുടെ എക്സാമാണ്. അപ്പം ഞാൻ ലോൺ എടുത്താണ് പഠിക്കുന്നത്. വീട്ടിലത്തെ ഫിനാൻഷ്യൽ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ്. മുൻപോട്ട് തന്നെ പഠിക്കാൻ വിടാൻ സമ്മതമല്ല, അച്ഛന് സമ്മതമല്ല. കൂടുതൽ പണം തന്ന് എനിക്കിഷ്ടമുള്ള കോഴ്സ് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ല. അപ്പം 2 ജാമ്യക്കാരെ, അയൽപക്കത്തുള്ള 2 പേരെ ജാമ്യം വെച്ച് ലോൺ എടുത്തിട്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. എനിക്ക് പഠിക്കണം. എൻ്റെ ലക്ഷ്യം എൻ്റെ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അവരെ എനിക്ക് രക്ഷിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണല്ലോ പോകുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് കൈ പൊട്ടിയതും കാല് പൊട്ടിയതൊന്നും അല്ല, എനിക്ക് MBAയുടെ പരീക്ഷ എഴുതണം. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് അടുത്ത ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം കണ്ട് എനിക്ക് പരീക്ഷയാണ്, എനിക്ക് MBAയുടെ പരീക്ഷയാണെന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനപ്പെടാം, നമുക്കതിനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്ന് പറയുകയും കൂടെ നിൽക്കുകയും ഹോസ്പിറ്റലിൽ കൂടെ ഉണ്ടാവുകയും പിന്നീട് അവിടെ അടുത്ത പരിചയത്തിലുള്ള ഒരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുചെന്ന് വിടുന്നതും ഒക്കെ ഇദ്ദേഹമാണ്. അപ്പോൾ പിന്നീട് എല്ലാ ദിവസവും വിളിച്ച് കാരണം തിരക്കിയിട്ട് പിന്നെ പറയുന്നത്, 1 മാസം കൈ വെച്ച് കെട്ടി എന്നെ, അപ്പോൾ ആ സമയത്ത് എന്നെ കുളിപ്പിക്കുകയും ഭക്ഷണം തരുവൊക്കെ ചെയ്ത ഒരു സ്ത്രീയെക്കുറിച്ചും ആ പുസ്തകത്തിൽ ഒരു അധ്യായമുണ്ട്. അവർ എന്നെ മകളെപ്പോലെ എന്നെ കൊണ്ടുകടന്ന ഒരു സ്ത്രീയാണ്. എനിക്ക് തോന്നുന്നു ഉദ്യാന നഗരത്തിലെ വഴിവിളക്കോ അങ്ങനെ എന്തോ ആണ് ആ അധ്യായത്തിന് ഞാൻ പേരിട്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പുള്ളി പറയുകയാണ്, നമ്മൾ MBAയുടെ എക്സാം എഴുതും, എന്നിട്ട് ഈ പൊട്ടിയ കയ്യുമായിട്ട് പുള്ളി എന്നെ എക്സാം എഴുതാൻ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ഭയങ്കര മഞ്ഞാണ്. അപ്പം എന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൊണ്ടുപോകുമ്പം പറയുന്നുണ്ട്, എൻ്റെ സാഹചര്യങ്ങൾ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, ഇന്നേ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഇതിനേക്കാൾ നീ നിൻ്റെ നഗരത്തിലൂടെ കാർ ഓടിച്ചു പോവും, നീ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കും, ആ നിന്നെ പുച്ഛിച്ച മനുഷ്യർക്ക് മുൻപിലേ കൂടെ നീ തലയുയർത്തി നടക്കുന്നത് കാണണം എന്നൊക്കെ പറയുകയും, ആകെ 2 പരീക്ഷ കണ്ട് എഴുതാൻ പറ്റിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ എന്നെ കൊണ്ടുവിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഈ ഒബ്സർവിങ് ആയിട്ടുള്ള ഒരു പ്രശ്നം, എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായതുകൊണ്ട് ഈ ക്ലൈമറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര രജിസ്റ്റേർഡ് ആണ്. പിന്നീട് എക്സാം കഴിഞ്ഞ് ഞാൻ 1 മാസത്തെ റെസ്റ്റ് കഴിയുമ്പോഴത്തേന് പുള്ളി എന്നെ വിളിച്ച് പറയുന്നത്, എൻ്റെ കമ്പനിയിലേക്ക് ഇനി ജോയിൻ ചെയ്തോളൂ, ഞാൻ ഓഫർ ലെറ്റർ അയക്കാം, ഞാൻ ഈ പഴയടുത്ത് തുടരണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഭയങ്കര സീനിയർ പൊസിഷനിലുള്ള ആളാണ് അദ്ദേഹം. ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്നെ കൊണ്ടുവിടാൻ വരിക. അപ്പോൾ ബസ്സിൽ കയറി ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്ത് കുറച്ച് നേരം ഇരുന്നു, വണ്ടി വിടാൻ വേണ്ടി കുറച്ച് സമയമുണ്ട്. അടുത്തിരുന്ന് എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, നീ പെട്ടെന്ന് തിരിച്ചു വരില്ലേ
എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഞെട്ടിപ്പോവുകയാണ്. നമ്മൾ അവിടുത്തെ സൈനിങ് അതോറിറ്റി ആയിട്ടുള്ള മനുഷ്യൻ ഇദ്ദേഹത്തെ കാണാനും ഒപ്പം ഇരുന്ന് കോഫി കുടിക്കാനും വേണ്ടിയിട്ട് എല്ലാ പെൺകുട്ടികളും നമ്മളിങ്ങനെ കാണാനൊക്കെ ഭയങ്കര നല്ലൊരു ആളായിരുന്നു. അപ്പം ഇങ്ങനെ ഇടി കൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സാറിൻ്റെ കൂടെ. ബാംഗ്ലൂരാണല്ലോ, എല്ലാ സ്വാതന്ത്ര്യവും ഉള്ളൊരു നഗരവും കൂടിയാണല്ലോ, അതിൻ്റെ ഒരു വ്യത്യാസവും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു മനുഷ്യൻ എൻ്റെ അടുത്തിരുന്നിട്ട് നീ പെട്ടെന്ന് വരില്ലേ എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ ചേർത്ത് എൻ്റെ നെറുകയിൽ ഒരു ഉമ്മ തന്നു. അവിടെയാണ് നമുക്ക് പിന്നെ ഒന്നും പറയേണ്ടതില്ല. അവിടെ പിന്നെ ഒന്നും സംഭാഷണങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാവുകയും എന്താണോ അദ്ദേഹം കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കൺവേഡ് ആവുകയും ചെയ്യുവാണ്. പിന്നീട് പക്ഷേ ഏറ്റവും ദാരുണമായ രീതിയിൽ ജീവിതത്തിൽ നിന്ന് ആ മനുഷ്യൻ ഇല്ലാതായി പോകുന്നുണ്ട്. അതൊരിക്കലും എൻ്റെയോ അദ്ദേഹത്തിൻ്റെയോ തെറ്റായിരുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾക്ക് പിരിയുന്ന ബന്ധങ്ങളെല്ലാം നമ്മളെ നശിപ്പിച്ച് കളഞ്ഞ് പോകുന്ന ബന്ധങ്ങളല്ല എന്നുള്ള റിയലൈസേഷൻ എപ്പോഴും ഉണ്ട്. ഏറ്റവും നന്ദിയോടുകൂടെ ഞാൻ ആ മനുഷ്യനെ ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കൊരു ബന്ധവും ഇപ്പോഴില്ല എങ്കിൽ പോലും എനിക്ക് ഓർക്കാനുള്ള കാരണം ഞാൻ MBA എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചിട്ടുള്ള ഒരാൾ പിന്നീട് അങ്ങോട്ടേക്ക് അദ്ദേഹമായിരുന്നു. അപ്പം എൻ്റെ റിസൾട്ട് വന്ന ദിവസം അവിടെ എല്ലാവർക്കും സ്വീറ്റ്സ് വാങ്ങിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം മലയാളം വായിക്കാൻ അത്ര അറിയില്ല, മലയാളിയാണെങ്കിലും മലയാളം വായിക്കാൻ അറിയാതെ എൻ്റെ കവിതകൾ വായിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് മലയാളം പഠിക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധിക്കുന്നത് ആ മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ പുസ്തകം പബ്ലിഷായി വരുന്നതും ഞാൻ MBA എല്ലാം കഴിഞ്ഞ് നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പിന്നെ ഇല്ല. പക്ഷേ ആ മനുഷ്യനെ ഞാൻ ഓർക്കുന്നത് ഏറ്റവും ആർദ്രതയോടുകൂടിയിട്ടാണ്. കാരണം പിന്നീട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളെ ഡാമേജ് ചെയ്യാതെ ഒരാൾക്ക് ഇറങ്ങിപ്പോവാൻ പറ്റുക, അല്ലെങ്കിൽ അത് ഇറങ്ങിപ്പോക്കെന്ന് ഞാൻ പറയില്ല. കാരണം വീട്ടുകാർ അദ്ദേഹം അറിയാതെ ഒരു കല്യാണം നിശ്ചയിക്കുകയും അതിന് വിധേയപ്പെടുകയും അതോടുകൂടിയിട്ട് പുള്ളിക്ക് വലിയ മാനസിക പ്രശ്നങ്ങൾ വരുന്നുണ്ട്. തിരിച്ച് അതേ നഗരത്തിലേക്ക് പുള്ളി വരികയാണ്, തോറ്റ് വരുന്നത് എൻ്റെ മുന്നിലേക്കാണ്. ഒരുപാട് നാളുകൾ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഭാഗത്തിലായിരുന്നു. അയാളുടെ കല്യാണം നടക്കുന്ന ദിവസം മുതൽക്ക് ഓർമ്മയില്ലാതെ അവിടെ നിന്ന് ഒരേ ഒരു പേര് അയാൾ ഓർത്തെടുത്ത് പറഞ്ഞത് എൻ്റെ പേരായിരുന്നു. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അടുപ്പമുള്ള പെൺകുട്ടിയാണ്, എനിക്ക് അവളുടെ അടുത്തേക്ക് പോകണം, ഞാൻ ഓക്കെ ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട് പുള്ളി. ബന്ധുക്കളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ തിരിച്ച് വേണമെങ്കിൽ, സഹോദരങ്ങളോടും പറയുന്നുണ്ട്, നോർമലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി എവിടെയാണോ ഉള്ളത് അവരുടെ സമീപത്ത് എത്തിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ വീട്ടുകാരെൻ്റെ മുന്നിലേക്ക് വരുന്നില്ല, പക്ഷേ വീട്ടുകാരാണ് പിന്നീട് പുള്ളിനെയും കൊണ്ട് തിരിച്ച് ബാംഗ്ലൂർക്ക് വരുന്നത്. അദ്ദേഹം തന്നെയാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് കയറി വരുന്നത്. അപ്പം ഞാൻ ഈ നാട്ടിൽ പോകുന്നതോട് കൂടിയിട്ട് ഫോണുമായിട്ടുള്ള ബന്ധമില്ല, മെസ്സേജുകളില്ല. ഞാനപ്പോൾ ബസ്സിൽ കയറിയിട്ട് ഞാൻ സ്റ്റേഷൻ പോലും മാറിയ ഇറങ്ങുന്നത്. എൻ്റെ ഫസ്റ്റ് അനുഭവമാണല്ലോ. അപ്പം ആ മെൻ്റൽ സ്റ്റേറ്റ് ഒക്കെ താറുമാറാവുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം എന്നെ ആദ്യം കാണുമ്പോൾ തന്നെ എൻ്റെ കൈ ഇങ്ങനെ കൂപ്പിപ്പിടിച്ച് മാപ്പ് പറയുകയാണ്. എൻ്റെ കയ്യിലേക്ക് വീഴുന്നത് ചോരയാണ്, ഛർദ്ദിക്കുകയാണ്. ചോര എൻ്റെ കയ്യിലേക്ക് ഛർദ്ദിക്കുകയും ഇതിലിനി കളവുകളൊന്നും നടന്നിട്ടില്ല എന്നെനിക്ക് ബോധ്യപ്പെടുകയും ഓർമ്മ പകുതിയേ ഉള്ളൂ, പലതും ഇദ്ദേഹത്തിന് ഓർത്തെടുക്കാനും പറ്റുന്നില്ല എന്ന് തുടങ്ങുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും വേണ്ടാത്തത്ര കരുണ ഞാൻ കാണിച്ച് അയാളെ അന്നു മുതൽ ഞാൻ ചികിത്സിച്ച് തുടങ്ങുകയാണ്. ആ ഒരു അലിവൊന്നും പലയിടങ്ങളിലും നമ്മൾ അത്രയൊന്നും കൊടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടില്ല. പക്ഷേങ്കിലും ആ മനുഷ്യനോട് പിന്നീട് അദ്ദേഹം താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു കോൺവെൻറ്റ് ഹോസ്റ്റലിലേക്ക് ഞാൻ താമസം മാറുകയും എല്ലാ ദിവസവും രാവിലെ ഈ മെഡിസിൻ കയ്യിൽ വെച്ചിട്ട് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉടനെ മെഡിസിൻസ് കഴിപ്പിക്കുക, വൈകിട്ട് വരുന്ന സമയത്തും എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കയറുക, ഭക്ഷണം കഴിപ്പിച്ചതിന് ശേഷം ഈ മെഡിസിൻ കൊടുക്കുക. അങ്ങനെ ഒരു വർഷം അവിടുത്തെ നിംഹാൻസ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിൽ ഞാൻ ഇദ്ദേഹത്തെയും കൊണ്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടാവുന്ന പരിഭ്രമങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ദിവസം രാത്രി
ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ഞാനിപ്പം ഏതോ ഒരു വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, കള്ളനാണെന്ന് വിചാരിച്ചിട്ട് ഒരു സ്ത്രീ എൻ്റെ മീതെ ചൂടുവെള്ളം ഒഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രാത്രിയാണ്. അപ്പം ഞാൻ എൻ്റെ മുറിയിൽ ഗോവക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ എനിക്ക് ആകെ പരിഭ്രമം, ഇതെവിടെയാണെന്ന് അറിയില്ല, ഇയാളുടെ വീടും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നു എവിടെയാണെന്ന് ചോദിക്കുന്നു. അയാളപ്പോൾ ലാൻഡ് മാർക്കിങ്ങിനെ ഓരോന്ന് പറഞ്ഞു തരിക, HDFC ബാങ്ക്, എനിക്കതാണ് ഓർമ്മ, ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ പറയുവാണ്, ഇങ്ങോട്ടേക്ക് ഇന്നേ വഴിയിലേക്ക് നടക്കൂ, അവിടെ നിന്ന് അങ്ങോട്ടെന്നല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ ഇയാളെ ഗൈഡ് ചെയ്യാണ്. ഇയാൾക്ക് ഇയാളുടെ വീട്ടിലേക്കുള്ള വഴിയില്ല, അറിയില്ല. ഇയാളെ ഷർട്ട് പോലും ഇട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയുടെ ഈ രാത്രിയിൽ വീട്ടിൻ്റെ ബാക്കിലോ ഫ്രണ്ടിലോ അങ്ങനെ ഒരാളെ കണ്ടാൽ ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്നെ നമുക്ക് തെറ്റ് പറയാനുമില്ല. ഇയാൾ കാണിച്ച പരിഭ്രമം എത്രത്തോളമാണെന്ന് അറിയില്ലല്ലോ. അയാളെ ഞാൻ വീട്ടിലെത്തിക്കുകയാണ്, ഫോണിലേക്കൂടെയാണ് ഞാൻ പറയുന്നത്. അന്ന് ഇയാൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്. ആ രാത്രി ബോധമില്ലാതെ ഈ ചിക്കൻ ബോക്സിന്റെ കുമിളകളുമായിട്ട് മഴയത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് ഇതൊക്കെ പറയുന്ന സമയത്ത് പകുതി കാര്യങ്ങൾ ഓർമ്മയിലും നിൽക്കുന്നില്ല. ഞാൻ നിംഹാൻസിൽ ചെല്ലുമ്പോൾ അവിടെ വാർഡിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു മാനസിക പ്രശ്നമുള്ള ഒരാളിരിക്കുകയാണ്. അപ്പം ഇയാൾ എന്ത് ചെയ്തു, അപ്പുറത്തുള്ള ഒരാളെ ഒരൊറ്റ അടി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടോ ഇവന് വട്ടാന്ന് പറഞ്ഞു. അപ്പം കൂടെ ഇരിക്കുന്ന ഇയാൾക്കിത് കണ്ടിട്ട്, ഇയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മറ്റവനെ അടിച്ചിട്ട് പറയാണ് അയാൾക്ക് വട്ടാണെന്ന്. അപ്പം ഇതൊക്കെ കണ്ടിട്ടും കൂടെ ഇവനാകെ ഭയം കയറുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിട്ടാണ് ഉള്ളത്. നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും, നിങ്ങളൊരു മനുഷ്യനാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒരു വെയിനിന് സ്ട്രെസ് കൂടി പ്രശ്നം വന്നിട്ടുണ്ട്, ടീത്ത് ഇനി പൊടിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങും മെഡിസിൻസിൻ്റെ ഡോസ് കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഡ്രൈവിങ് ശ്രദ്ധിക്കണം, ഇനി കാർ ഓടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വർഷം ഹോസ്പിറ്റലുകളിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയും മെഡിസിൻസും കഴിപ്പിച്ച് ഡോക്ടർ ഫൈനലി എല്ലാം ഓക്കെ ആയി എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, മറ്റേ പെൺകുട്ടി ഉപേക്ഷിച്ച് പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഇനി മുൻപോട്ട് എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ പങ്കിട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളി പറയുന്നുണ്ട്, നീ എപ്പോഴും പറയാറില്ലേ ഈ എന്താ പറയുക, ഈ ബാർബി ഡോളിനെ പോലെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നിനക്ക് എത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ മെഡിസിൻസ് അത്രയും ഹൈ ഡോസ് മെഡിസിൻസ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഡോക്ടർ അത് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. നിൻ്റെ സ്വപ്നങ്ങൾ, നിൻ്റെ ജീവിതം, അതിനെക്കുറിച്ച് ധാരണയുള്ള ഒരു ആളാണ് ഞാൻ. ഒരു രീതിയിലും നിൻ്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അയാൾ നിർബന്ധിച്ചിട്ടാണ് പിന്നീട് ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഓ, ഇതിൻ്റെ പിന്നിൽ ഇത്രയും കഥയുണ്ടായിരുന്നല്ലേ. ഞാൻ കാമനയുടെ മാനിഫെസ്റ്റോയിൽ വായിക്കുന്ന സമയത്ത് ഈ പറയണ മാതിരി ഒരുപാട് കവിതകൾ എനിക്ക് അർത്ഥം ചോദിക്കണമെന്നുണ്ട്. ചിലതൊക്കെ ഉറവ പറ്റാത്ത നദി, ഇരുണ്ട മധുപോലെയായിരുന്നു സന്ധ്യ, പക്ഷേ അസ്തമിക്കാത്തൊരു പകൽ പോലെ ഒരു മുഴുനീളം രാത്രി നമ്മൾ ഉണർന്നിരിക്കുകയായിരുന്നു ഉടലുകളും. ഇത് ഒരു ആഘോഷത്തിൻ്റെ ദിവസമാണ്, ഒരു രതി ആഘോഷത്തിൻ്റെ ദിവസമാണ്. അങ്ങനെ ജീവിതത്തിൽ നിന്ന്, സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെയാണ് എഴുതിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണോ? അതെ. ഞാൻ ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും സത്യസന്ധമായിട്ട് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. കാരണം ഞാൻ രജനീഷിൻ്റെ ഇന്റർവ്യൂ കാണുന്ന ഒരാളാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ അത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഹൃദയം കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഞാൻ തുറന്നു പറയൂ എന്ന് ഞാൻ അതെൻ്റെ തീരുമാനമായിരുന്നു. നിങ്ങളെ അങ്ങനെ ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ചെയറിലിരിക്കുന്നത്. ഗ്രേറ്റ്. ഞാനത് പറയുന്ന ചില സ്ഥലത്തൊക്കെ ഞാൻ സ്ട്രക്കായി പോകുന്നുണ്ട് കേട്ടോ ഹണി. പക്ഷേ എൻ്റെ ജോലി ഇതായതുകൊണ്ട് ഞാനത് ചെയ്തു പോകുന്നതാണ്. ഈ പ്രണയത്തെക്കുറിച്ച് വീണ്ടും പറയുന്നത്, കാലങ്ങൾ അടച്ചു സൂക്ഷിച്ച വീഞ്ഞു പോലായിരുന്നു നമ്മുടെ പ്രണയം. തികഞ്ഞ വീര്യത്തിൽ തീക്കട്ട പോലെ ജ്വലിച്ചത്, അതിരുകൾ ഭേദിച്ച ലഹരിയാൽ ഉന്മാദം പൂണ്ടത്, ഒഴിഞ്ഞ ജാറിലിട്ട് മട്ടുപോലെ, മട്ട എനിക്ക് മനസ്സിലായിട്ടില്ല, അവസാന തുള്ളിയും ചുണ്ട് ചേർത്തത്. മട്ടെന്ന് പറയുന്നത് നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തരികളൊക്കെ ഏറ്റവും ഒടുവിൽ അവശേഷിക്കുമല്ലോ, ഏറ്റവും ഒടുവിൽ ഊർന്ന്, അതാണല്ലോ അതിൻ്റെ ഗ്ലാസിൻ്റെ ഏറ്റവും അടിയിൽ അവശേഷിക്കുക. അതുപോലും നമുക്ക് കുടിച്ചു തീർക്കണം എന്ന് തോന്നണമെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നെ കളിയാക്കാറുണ്ട്. ഈ സ്നേഹത്തിൽ 99 അറിയില്ല, 100 അറിയില്ല, മനുഷ്യരെ വിശ്വസിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും 101 മാത്രമേ അറിയുള്ളൂ. അവിടെ ഞാൻ വീഴുന്ന വീഴ്ചയുടെ
ആഴവും പരുക്കും അത്രയും തന്നെ വലുതായിരിക്കും കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് എന്നെ നശിപ്പിച്ച് കളഞ്ഞ പ്രണയമോ അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ ഡാമേജ് ചെയ്ത പ്രണയമോ ഒന്നുമല്ല. എനിക്ക് അത്രയും തന്നെ ആഴത്തിൽ ഈ സംസാരിക്കുന്ന നിമിഷവും ആ മനുഷ്യനോട് പ്രണയമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിനും അത്രയും ആഴത്തിൽ തന്നെ എന്നോട് പ്രണയമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് ഒരു ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് ഹൃദയവും തമ്മിൽ എത്രമാത്രം അടുത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ആഴം അതിനുണ്ട് എന്നുള്ളതാണ്. അത്രയും കൊതിയോടുകൂടെ മാത്രമേ എനിക്ക് പ്രണയത്തെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാത്തതൊക്കെ വേദനയാണല്ലോ. പക്ഷെ ആ വേദനയിലും ഞാൻ കടിച്ചു തൂങ്ങി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇനി ഇങ്ങനെ എഴുതണം, ഞങ്ങളെയൊക്കെ ഇങ്ങനെ കൊതിപ്പിച്ച് കൊല്ലണം. എന്താ വെച്ചാല് മനുഷ്യൻ ജീവിക്കാനേ ശരിക്കും ഈ കച്ചിത്തുരുമ്പുകൾ വേണം. ചില സമയത്ത് ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനും ചില സമയം വിചാരിക്കും അയ്യോ ഇനി ഒരു പ്രണയം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഹണി എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷയോട് നോക്കിക്കാണും, ഓ എന്ത് രസമാണ്, കൊതിയാവില്ലേ നമുക്ക് ചില സമയം എന്ന് തോന്നുന്ന, നമ്മൾ കൊതിച്ചിട്ടുള്ള ചില അവസ്ഥകളുണ്ട്. അത് വീണ്ടും വന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കില്ലേ? ഞാൻ പറഞ്ഞതുപോലെ അവളോടൊപ്പം ചായ കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ അപ്പം തന്നെ കണ്ണ് നിറയും. അതൊരു അത്രയും രുചിയുള്ള ചായ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം, പക്ഷെ ചായ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ചായ ഭ്രാന്തല്ല സത്യത്തിൽ അതിനകത്തുള്ളത്. ആ ഇമോഷൻസ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് രുചി അത്രയും അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടെ ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഈ എഴുതുന്ന ഒരാളായതുകൊണ്ട് ലേശം കുറച്ചുകൂടെ എന്താ പറയാ, നമ്മൾ എഴുതുന്ന രീതിയിൽ തന്നെ ജീവിതത്തെയും കുറെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. ബേസിക്കലി അതിലുള്ളത് ഏറ്റവും സത്യസന്ധയായിട്ടുള്ള ഒരു ഞാനായിരിക്കും എൻ്റെ എഴുത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവുക. അപ്പം ഇതേ ഭംഗി ഈ പ്രണയത്തിലും ആ മൊമെന്റ്സിലും ഒക്കെ ഞാൻ പകർത്തിയിട്ടുമുണ്ടാവും. അത്രമാത്രം ഞാൻ അതിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ പ്രണയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് രാത്രി തെണ്ടി നടക്കുക, ഒപ്പം ഇരുന്ന് കട്ടൻ കാപ്പി കുടിക്കുക, നിലാവ് കാണുക, കടല് കാണാൻ പോവുക, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഉണർന്നിരിക്കുകയായിരുന്നു ഉടലും. അതുപോലെ തന്നെ ഈ കണ്ണടയ്ക്കുമ്പോൾ അങ്ങ് ഇല്ലാതായി പോകുമെന്ന് വിചാരിച്ചിട്ട് കൊതിയോടുകൂടെ നമ്മൾ നോക്കിയിരിക്കില്ലേ മനുഷ്യനെ? അതൊക്കെ സ്നേഹത്തിന്റെ ഏറ്റവും അങ്ങേ അറ്റമാണ്. ഉറങ്ങണ്ട, ശരിക്കും നിങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ. ഇല്ല, അത് ഉറങ്ങണ്ട എന്ന് പറയുന്നത് അത് ഉടലിന്റെ ആഘോഷം എന്നുള്ളതിനെ മാത്രമല്ല കേട്ടോ അത് പറയുന്നത്. എന്ന് വെച്ചാൽ അത്ര പോലും വിട്ട് ഒരു നിമിഷമായാലും ഇല്ലാതായി പോവണ്ട, ഇത്ര സമയമല്ലേ കൂടെയുള്ളൂ. ആ സമയം കണ്ടിരിക്കുന്നതിന് പോലും ഒരു ഭംഗിയുണ്ട്. ഈ ഒരു രാത്രി അല്ലെങ്കിൽ ഈ ഒരു പകല് ഉറങ്ങാതിരുന്നാൽ പോലും അതിനുശേഷം നമുക്ക് ഉറങ്ങാലോ. നീയും ഞാനും രണ്ട് വ്യത്യസ്ത ലോകത്തായിരിക്കുമല്ലോ. പക്ഷെ ഈ ഒപ്പമുള്ള ഈ നിമിഷം നമുക്ക് അത്രയും കൊതിയോടുകൂടെ വാക്കുകൾ കൊണ്ടായാലും കെട്ടിപ്പിടിക്കാൻ പറ്റില്ലേ മനുഷ്യർക്ക്? അതുകൊണ്ടല്ലേ കൂടെ എന്ന വാക്ക് കേൾക്കുമ്പം മനുഷ്യന് ഇല്ലാത്ത ഊർജം വരുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ഒന്നുമില്ലായ്മയിൽ ഒരാൾ ഞാൻ വന്ന് പറയുകയാണ് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് നിവർന്നു നിൽക്കാൻ പറ്റുന്നത്? ആ കൂടെ എന്നുള്ള വാക്ക് നമ്മളെ കെട്ടിപ്പിടിക്കുക അല്ലേ? നമുക്ക് കരയാനുള്ള ഷോൾഡർ തരുന്ന ഒരേ ഒരു വാക്കേ ഉള്ളൂ, അത് കൂടെ എന്നുള്ള വാക്കാണ്. അത് ആ ഒരു ഘട്ടത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ കൂടെ ഉണ്ടാവുകയും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ ആഴവും പരപ്പും എത്ര ഭംഗിയുള്ളതായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയൊക്കെ കണ്ടിട്ടും ചിലപ്പോൾ അപ്പുറത്തുള്ള മനുഷ്യൻ ഒരുപക്ഷെ നമ്മളെ ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ അനുഭവത്തെ കുറിച്ചല്ല. നമ്മൾ ഓരോ ബന്ധങ്ങളിലും നമ്മൾ എന്തുകൊണ്ടാണ് ചെന്നപ്പെടുന്നത്? അപ്പുറത്തുള്ള മനുഷ്യൻ നമ്മൾ കാണുന്ന അതേ അർത്ഥത്തിൽ തന്നെ നമ്മളെ കാണുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാണ്. പിന്നീട് നമ്മൾ പക്ഷേ നമ്മൾ കൊടുത്തതല്ല നമുക്ക് കിട്ടിയതെന്ന് നമ്മൾ തിരിച്ചറിയും. ആ ഒരു ഘട്ടത്തിലാണ് അത് നമുക്ക് അപമാനമാകുന്നത്. എനിക്കത് അപമാനമാണ്. നമ്മള് സ്നേഹിക്കപ്പെടുകയായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് അപമാനമാണ്. നമ്മളോട് കളവ് പറഞ്ഞു എന്നുള്ളതും നമുക്കത് തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ച് ഏറ്റവും മോശമായിട്ട് നമ്മളോട് ശ്രദ്ധിക്കണമെന്ന് പറയുകയും അവരെ ഇതിലെല്ലാം ബ്ലോക്ക് ചെയ്തോ എന്ന് വളരെ സ്നേഹത്തിൽ നമ്മളോട് ചോദിക്കുകയും അത് തീർപ്പ് കൽപ്പിക്കുകയും നമ്മളറിയാതെ ആ ശത്രുക്കളോടെല്ലാം പോയി കണക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് ഇയാളുടെ തനി സ്വഭാവം മനസ്സിലായി വരുന്ന സമയത്ത് ഈ ശത്രുക്കളെ എല്ലാം ഒപ്പം നിർത്തിയിട്ട് നമ്മൾ ഈ മഹാഭാരതത്തിലൊക്കെ കാണുന്നത് പോലെ കൂട്ടമായിട്ട് നിന്നിട്ട് അങ്ങ് യുദ്ധം ചെയ്യുകയാണ്. അവിടെ ഞാൻ ഒറ്റയ്ക്കാ. കാരണം അന്ന് ഞാൻ ഇതെല്ലാം എഴുതി വച്ചില്ല, ഞാൻ ഇതെല്ലാം ഓർത്ത് വെച്ചില്ല.
ഞാൻ ഇയാൾ പറയുന്ന വാചകം നാളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ തെളിവുണ്ടാക്കിയും വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അപ്പുറത്തെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇതൊക്കെ തെളിവുകളാണ്. മിണ്ടിയതും പറഞ്ഞതും പോയതും ഒപ്പം ഇരുന്ന് കുടിച്ച ചായയുടെ കണക്ക് പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളായിരിക്കും. അയാളൊരു മുട്ടായി വാങ്ങിച്ചു തരുമ്പോൾ ചിലപ്പോൾ ആ മുട്ടായിയുടെ കാശ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അവിടെ തെളിവുണ്ടാക്കിയിട്ടായിരിക്കും അയാൾ എനിക്ക് മുട്ടായി വാങ്ങി തന്നിട്ടുണ്ടാവുക. സ്നേഹത്തിൽ ഒരു ഭാഗത്ത് മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നത് അന്ധമായ സ്നേഹത്തിന്റെ പേരിൽ കണക്കുകൾ വെക്കാതെ വരുമ്പോൾ അവിടേക്കാണ് പിന്നീട് സ്നേഹത്തെ ഏറ്റവും ജനുവിനായിട്ട് കണ്ട മനുഷ്യർ തോറ്റു പോകുന്നത്.